ഹലോ എവരി വൺ, നിങ്ങളുടെ IOQയും പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് പോളിനോമിയൽ ഇക്വേഷൻസിൽ ഡിഗ്രി 2 ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് പോളിനോമിയൽ ഇക്വേഷൻസിനെയാണ് യൂഷ്വലി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നൊക്കെ പറയാറുള്ളത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തായാലും IOQയും പ്രിപ്പറേഷനിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങളതിൽ നല്ല രീതിയിൽ തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഒരു കോൺസെപ്റ്റിലൂടെ നമ്മൾ പോകുന്നത് നേച്ചർ ഓഫ് റൂട്ട്സ് എന്നുള്ളതാണ്. ഇപ്പോൾ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്, ഒരു ജനറൽ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാറുള്ളത് എങ്ങനെയാണ്? AX² പ്ലസ് BX പ്ലസ് C is equal to 0. ഇത് എക്സിൽ വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അവിടെ എന്തുണ്ടാവും? X² എന്ന് പറയുന്ന ഒരു ടേം എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ വൈയിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ Y² ഉണ്ടായിരിക്കണം, എയിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ A² ഉണ്ടായിരിക്കണം. കാരണം ആ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ടേം വരുമ്പോഴാണ് അതിന് ഡിഗ്രി 2 ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ X²ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ആളാണ് A എന്ന് പറയുന്നത്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് B, അതുപോലെ കോൺസ്റ്റന്റ് ടേം ആണ് C. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ യൂഷ്വലി നമുക്ക് കിട്ടുന്ന ഇക്വേഷനിൽ എക്കും ബിക്കും സിക്കൊക്കെ സെപ്പറേറ്റ് വാല്യൂസ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടാവും. അതിലുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ഫോർമുല മെത്തേഡ്. അതായത് എക്സിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ട്, അതായത് -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് B² മൈനസ് 4AC ഡിവൈഡ് ബൈ 2A, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ മേ ബി എക്സിന് 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് കിട്ടാം. ഓക്കെ, 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് കിട്ടാം. അല്ലെങ്കിൽ രണ്ട് വാല്യൂസും സെയിം ആവുന്ന കേസ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? റിയൽ വാല്യൂസ് ഇല്ലാത്ത നോ റിയൽ സൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ എക്സിന് കിട്ടുന്ന വാല്യൂസിനെയാണ് ആക്ച്വലി റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സിന് റൂട്ട്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആ വാല്യൂസ്, എക്സിന് കിട്ടുന്ന ആ വാല്യൂസ് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 സാറ്റിസ്ഫൈ ചെയ്യണം. അതിൻ്റെ വാല്യൂ, ടോട്ടൽ വാല്യൂ 0 സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് റൂട്ട്സ്, സൊല്യൂഷൻസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നമ്മൾ റിവൈസ് ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതല്ല. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നേച്ചർ ഓഫ് റൂട്ട്സ് ആണ്. ഓക്കെ, നേച്ചർ ഓഫ് റൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെയാണ് ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ള വേരിയബിൾ ആയിട്ട് വരുന്ന എക്സിനെ അവിടെ തന്നിട്ടുള്ള കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസിൻ്റെ ആ ഒരു കേസ് വരുമ്പോൾ സോൾവ് ചെയ്യാം, അല്ലേ? ആ ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. പക്ഷേ ആ കിട്ടുന്ന സൊല്യൂഷൻ്റെ നേച്ചർ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് സൊല്യൂഷൻസ് ആണോ, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ടുള്ള റിയൽ വാല്യൂസ് ആണോ, അല്ലെങ്കിൽ നോ റിയൽ സൊല്യൂഷൻ ആണോ, ഇതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക? അത് സിംപ്ലി ഈ ഒരു സ്ക്വയർ റൂട്ടിൻ്റെ അകത്തുള്ള ഈ ഒരു എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് B² മൈനസ് 4AC എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ഡിസ്ക്രിമിനൻ്റ് ക്യാപിറ്റൽ D യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് ഡിസ്ക്രിമിനൻ്റ്. സോ B² മൈനസ് 4AC 3 ഡിഫറെൻറ്റ് കേസുകൾ വരാൻ പറ്റും. ഓക്കെ, B² മൈനസ് 4AC ഗ്രേറ്റർ ദാൻ 0 വരാം, ഈക്വൽ ടു 0 വരാം, ലെസ് ദാൻ 0 വരാം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 വരാം, ഈക്വൽ ടു 0 വരാം, ലെസ് ദാൻ 0 വരാം. ഈ ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ ഒരു നേച്ചർ ഉണ്ടായിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ ഒരു നേച്ചർ ഉണ്ടായിരിക്കും, ലെസ് ദാൻ 0 ആണെങ്കിൽ ഒരു നേച്ചർ ഉണ്ടായിരിക്കും. എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ കിട്ടാൻ പോകുന്ന ആ ഒരു സൊല്യൂഷൻസിൻ്റെ നേച്ചർ, റൂട്ട്സിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ്. റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ്, ബോത്ത് ആർ സെയിം. ഓക്കെ, റൂട്ട്സ് ആർ സൊല്യൂഷൻസ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണ് എന്നുള്ളതല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ടിന് അതൊരു പോസിറ്റീവ് വാല്യൂ കിട്ടുമ്പോൾ ഈ -b പ്ലസ് ആ വാല്യൂ ഡിവൈഡ് ബൈ 2a ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും. -b മൈനസ് ആ ഒരു വാല്യൂ ഡിവൈഡ് ബൈ 2a ചെയ്യുമ്പോഴും ഒരു സൊല്യൂഷൻ കിട്ടും. അതുകൊണ്ടാണ് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ സൊല്യൂഷന് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് എന്നൊക്കെ പറയുന്ന കാര്യം. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ സംഭവിക്കും, ഈ ഒരു കംപ്ലീറ്റ് എക്സ്പ്രഷൻ 0 ആയിട്ട് പോയി. പിന്നെ ഇവിടെ പ്ലസ് ഓർ മൈനസിന് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല, കാരണം കംപ്ലീറ്റ് 0 ആയി പോയി. അപ്പോൾ ബാക്കി ഉണ്ടായിരിക്കുക ഈ ഒരു ടേം കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോയാൽ ബാക്കി -b/2a മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദാറ്റ് മീൻസ് ആ ഒരു സിംഗിൾ സൊല്യൂഷൻ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. സോ സിംഗിൾ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് രണ്ട് സൊല്യൂഷൻസും ആ 2 ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളതിന് പകരം 2 സൊല്യൂഷൻസ് എന്തായി വന്നു? സെയിം ആയിട്ട് വന്നു എന്ന് പറയാം. അപ്പോൾ 1 വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, 1 റിയൽ റൂട്ട്. 1 റിയൽ റൂട്ട് എന്ന് പറയാനുള്ള റീസൺ എന്താ ചോദിച്ചാൽ രണ്ട് വാല്യൂസും സെയിം ആയിട്ട് വരും. കാരണം അവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന രണ്ട് പ്ലസ് ചെയ്തിട്ടുള്ള ഒരു ആൻസറും മൈനസ് ചെയ്തിട്ടുള്ള ഒരു ആൻസറും വരുന്നില്ല. രണ്ടും സെയിം തന്നെയാണ്, കാരണം സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് എന്ത് വരും? 0 വരുന്നതുകൊണ്ടാണ്. സോ ഒരു സൊല്യൂഷൻ മാത്രമേ, ഒരു വാല്യൂ ആയിട്ട് ഒരാൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അവിടുന്ന് കിട്ടുള്ളൂ, 1 റിയൽ റൂട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇൻ കേസ് ലെസ് ദാൻ 0 ആണ് B² മൈനസ് 4AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് നമ്പർ വന്നു എന്നുള്ളതാണ് മീനിങ്. നെഗറ്റീവ് നമ്പർ വന്നു. സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് ഒരു റിയൽ നമ്പർ അല്ല.
സ്ക്വയർ റൂട്ട് ഓഫ് -2, സ്ക്വയർ റൂട്ട് ഓഫ് -3 ഇതെന്തല്ല റിയൽ നമ്പർ അല്ല. ദെർഫോർ ഇതിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷൻ റിയൽ സൊല്യൂഷൻ ആയിരിക്കില്ല, അതൊരു ഇമാജിനറി നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും നോ റിയൽ സൊല്യൂഷൻ അല്ലെങ്കിൽ നോ റിയൽ റൂട്ട്സ്. ഓക്കെ, റിയൽ റൂട്ട്സ് ഇല്ലാന്നേ പറയുന്നുള്ളൂ, അതിന് ഇമാജിനറി ഉള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആയിട്ട് വരുന്ന സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഡിഫറൻസ് മനസ്സിലാക്കണം. റിയൽ സൊല്യൂഷൻസ് ഇല്ലാന്നേ ഉള്ളൂ, ഇവിടെ ഇമാജിനറി നമ്പേഴ്സ് ആയിട്ട് വരും ആൾക്കാർ. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² - 8x plus a² - 6a is equal to 0 are real and distinct, then find all possible values of a എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ കൊടുത്തത് ഈ ഒരു എയുടെ റെപ്രസെൻറ്റേഷൻ അല്ല, ഇതൊരു സെപ്പറേറ്റ് ഇക്വേഷൻ ആണ്. അവിടെ x² ഉണ്ട്, എക്സ് ഉള്ള ടേം ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ യൂഷ്വലി നമ്മൾ എഴുതാറുള്ള നമ്മുടെ ഫോർമാറ്റ് ax² പ്ലസ് bx പ്ലസ് c is equal to 0 എന്നുള്ള ഫോർമാറ്റിൽ ആലോചിക്കുകയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്നുള്ള ഇക്വേഷൻ x² - 8x പ്ലസ് a² - 6a is equal to 0 എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇവിടെയുള്ള എ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെ 1 ഉള്ളൂ അല്ലേ. ഇവിടുത്തെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 8 അല്ല -8 ആണ്, കാരണം ഇവിടെ പ്ലസ് ബി ആണ് വരേണ്ടത്, പക്ഷേ ഇവിടെ മൈനസ് വന്നുകൊണ്ട് എന്ത് ചെയ്യണം, ബി എന്ന് പറഞ്ഞാൽ -8 ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, a² - 6a ആണ്. a² - 6a എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആൾ സി ആയിട്ട് വരും, കാരണം എന്താ, ഇത് കംപ്ലീറ്റ് ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്, ഇഫ് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ, ഈ ഇക്വേഷന്റെ റൂട്ട്സ് സൊല്യൂഷൻസ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാനാണ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ b² - 4ac > 0 ആവണം. അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ b² - 4ac എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബി ആയിട്ട് വന്നിട്ടുള്ള ആരാണ്, -8 ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ള ആരാണ്, -8 ആണ്. സോ -8ന്റെ സ്ക്വയർ -4 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കറസ്പോണ്ടിങ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. അതായത് ഈ ഇക്വേഷനിലുള്ള ബിയും എയും സി ഒക്കെ ഏതാ, ഈ ഒരു ജനറൽ ഫോർമാറ്റിലുള്ള കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആൾക്കാരെ വേണം എടുക്കാൻ. ഇവിടെ എ എന്ന് പറയുന്ന ആൾ ഇവിടെ വരുന്ന ആളാണ് വരേണ്ടത്, x² കോഎഫിഷ്യൻ്റ് ആണ്, അത് 1 ആണ്. സോ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇൻറ്റു സി 4ac ആണ്, 4ac. അപ്പോൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാ, ഈ കംപ്ലീറ്റ് ആൾ വരും, കാരണം അത് കംപ്ലീറ്റ് അവിടുത്തെ കോൺസ്റ്റന്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. a² - 6a is equal to greater than 0 ആയിരിക്കണം. ഓക്കെ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. -8ന്റെ സ്ക്വയർ 64 ആണ്, -4 ഇൻറ്റു a² - 6a ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് 64 മൈനസ് ബ്രാക്കറ്റിനോട് കൊടുക്കുകയാണെങ്കിൽ -4 ഇൻറ്റു a² - 4a² -4 ഇൻറ്റു -6a പ്ലസ് 24a ഗ്രേറ്റർ ദാൻ 0 ആണ്. എല്ലാ ടേംസിനും വേണമെങ്കിൽ നമുക്കൊരു 4 വെച്ച് ഡിവൈഡ് ചെയ്തൂടെ അല്ലേ, കാരണം ഇത് ഇനീക്വാളിറ്റി ആണെങ്കിലും ഇക്വാലിറ്റി പോലെ തന്നെ നമുക്ക് എല്ലാ ടേംസിനും ഒരു 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 64/4 4a²/4 24/4 0/4 എല്ലാ ടേംസിനും 4 വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 64നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ സംഭവിക്കും 16 എന്നാണ് കിട്ടുക, മൈനസ് 4a²നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, a² പ്ലസ് 24നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, 6a ഗ്രേറ്റർ ദാൻ 0/4 0 തന്നെയാണ്. എല്ലാത്തിനും സിംപ്ലിഫൈ ചെയ്തു. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. a² ഫസ്റ്റ് എഴുതി -a², പിന്നെ 6a അടുത്തത് 6a പ്ലസ് 16 ഗ്രേറ്റർ ദാൻ 0. ഇനി എനിക്ക് വേണമെങ്കിൽ ഈ മൈനസ് വെച്ചിട്ട് എല്ലാ ടേംസിനും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. മൈനസ് വെച്ച് എല്ലാ ടേംസിനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക, ഇയാൾ നെഗറ്റീവുള്ള പോസിറ്റീവ് ആവും, ഈ പോസിറ്റീവ് നെഗറ്റീവ് ആവും, ഈ പോസിറ്റീവ് നെഗറ്റീവ് ആവും, 0ക്ക് പിന്നെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഈ ഇനീക്വാളിറ്റി റിവേഴ്സ് ആകും. ഇത് ഇനീക്വാളിറ്റീസിൻ്റെ ഒരു റൂളാണ്. ഓക്കെ, ഇനീക്വാളിറ്റീസ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ഇപ്പോൾ പ്ലസും മൈനസൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, 2 സൈഡ്സ് നിങ്ങൾക്ക് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുന്ന സമയത്ത് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ബോത്ത് സൈഡ്സിൽ ചെയ്യാൻ കുഴപ്പമില്ല. ബട്ട് ഡിവിഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഇനീക്വാളിറ്റിയുടെ സൈൻ മാറും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സൈഡിലുള്ള എല്ലാ നമ്പേഴ്സിനെയും ഒരു -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഇയാളെയും -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പറാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ഇനീക്വാളിറ്റി ചേഞ്ച് ആകും. അപ്പോൾ ഞാൻ -1 വെച്ചിട്ട് ഇവിടെ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ, അതാണ് നമ്മൾ സൈൻ മാറ്റുക എന്ന് പറഞ്ഞാലേ, എല്ലാ ആൾക്കാരെയും <(-1 ഈ രീതിയിലാണ് വരിക. രണ്ട് സൈഡിലും -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഗ്രേറ്റർ ദാനുള്ള സൈൻ ലെസ് ദാൻ ആയി. അപ്പോൾ ഇവരുടെ സൈൻ എല്ലാം മാറും. -1 ഇൻറ്റു -a², -6a -16 <(-0 എന്ന് വരും. ഈ ഒരു ഇനീക്വാളിറ്റി നമുക്ക് സോൾവ് ചെയ്യണം.
എങ്ങനെ ഇനീക്വാളിറ്റി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ എ സ്ക്വയർ മൈനസ് 6a മൈനസ് 16 എന്ന് പറയുന്നത് അഗെയിൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ? നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാം, നമ്മുടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇയാളെ സിംപ്ലി ഫാക്ടറൈസ് ചെയ്യുകയും ചെയ്യാം. സിംപ്ലി ഫാക്ടറൈസ് ചെയ്യാം, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -16 കിട്ടണം, ആഡ് ചെയ്യുന്ന സമയത്ത് -6 കിട്ടണം അല്ലേ? ഈ ഒരു ഐഡിയ നോക്കിയാൽ മതി. അപ്പോൾ എന്താ വരിക? ഫാക്ടേഴ്സ് a + 2 ഇൻറ്റു a - 8. ഇങ്ങനെയാണെങ്കിലോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × -8 -16 കിട്ടുന്നുണ്ട്, 2 + -8 -6 കിട്ടുന്നുണ്ട്. കറക്റ്റാണ്. അത് ലെസ് ദാൻ 0 വരും. ലെസ് ദാൻ 0. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനീക്വാളിറ്റീസിൽ അറിയേണ്ട 1-2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പറയും. അതിൻ്റെ അകത്ത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു പ്രോപ്പർട്ടി, അതായത് x - a ഇൻറ്റു x - b ലെസ് ദാൻ 0 എന്നുള്ളൊരു ഫോർമാറ്റിൽ വന്നാൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, a ലെസ് ദാൻ b ആയിരിക്കണം. ദെൻ a ലെസ് ദാൻ x ലെസ് ദാൻ b എന്നുള്ള രീതിയിൽ നമുക്ക് അയാളെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം. ഇവിടെ a + 2 എന്നുള്ളതിന് പകരം ഞാൻ a - -2 എന്നാക്കി. കുഴപ്പമുണ്ടോ? ഇല്ല. a - -2 a + 2 ആണ്. ഇൻറ്റു a - 8 ലെസ് ദാൻ 0 എന്നായി. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു ഫോർമാറ്റ് ആയില്ലേ? a മൈനസ് ഒരു നമ്പർ, a മൈനസ് മറ്റൊരു നമ്പർ ലെസ് ദാൻ 0 ആണ്. x - a x - b രണ്ട് സ്ഥലത്തും x ആണ്, അവിടെ രണ്ട് സ്ഥലത്തും ഒരേ നമ്പർ തന്നെയായിരുന്നു അല്ലേ? a ആണ് കുഴപ്പമില്ല. ഇവിടെ ഒരു നമ്പർ വരുന്നുണ്ട്, ഇവിടെ ഒരു നമ്പർ വരുന്നുണ്ട്, മൈനസ് കഴിഞ്ഞിട്ട് രണ്ട് നമ്പേഴ്സ് വരുന്നുണ്ട്. സെയിം ഫോർമാറ്റ് ആണ് വരുന്നത് അല്ലേ? സെയിം, ഇത് 0 അല്ല കേട്ടോ, a ആണ്. സെയിം ഫോർമാറ്റ് ആണ് വരുന്നത്. ഇനിയോ അടുത്ത കണ്ടീഷൻ എന്താ? a ലെസ് ദാൻ b ആയിരിക്കണം. അതായത് ഇവിടെ ഫസ്റ്റ് വരുന്ന ഈ ഒരു നമ്പർ ഈ നമ്പറിനേക്കാളും സ്മോളർ ആയിരിക്കണം. ഇവിടെ -2 ആണ് വരുന്നത്, ഇവിടെ 8 ആണ് വരുന്നത്, -2 ലെസ് ദാൻ 8 ആണ്. ദാറ്റ്സ് ഓൾസോ പോസിബിൾ. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ വാല്യൂ ആരുടെ ഇൻബിറ്റ്വീൻ ആയിരിക്കും? ഇവിടെ ഉള്ള അല്ലെങ്കിൽ a അല്ലെങ്കിൽ ഇവിടെ x ആണ് വരുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ ഈ ഒരു വാല്യൂവിൻ്റെയും ഇൻബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരിക. a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ b എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ത് വരും? -2 ലെസ് ദാൻ a ലെസ് ദാൻ 8 എന്നുള്ള രീതിയിൽ വരും. ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഇത് ആക്ച്വലി +1 ടോപ്പിക്കാണ്, +1 +2 വരുന്ന ടോപ്പിക്കാണ്. ബട്ട് സ്റ്റിൽ ഇത് ഈ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ സ്റ്റുഡൻസിനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്റർ പഠിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. റെഡി? ഇത് നമുക്ക് ലോജിക്ക് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾ -2 മുതൽ 8 വരെയുള്ള ആൾക്കാർ അവർ ഇൻക്ലൂഡഡ് അല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. പക്ഷേ -2-നും 8-നും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഏത് വാല്യൂസും നിങ്ങൾ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ ലെസ് ദാൻ 0 ആയിട്ട് വരും, നെഗറ്റീവ് നമ്പർ ആയിട്ട് വരും. -2-നും 8-നും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഏത് വാല്യൂസും നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അത് ലെസ് ദാൻ 0 ആയിരിക്കും, നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഇതാണ് അവിടുത്തെ ലോജിക്ക്. പക്ഷേ അത് നമുക്ക് ഈസി ആയിട്ട് ഈ എക്സ്പ്രഷൻ അറിയുമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നോക്കാൻ പറ്റും. ഇതേപോലെയുള്ള വേറെ കുറച്ച് എക്സ്പ്രഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ x² - a² ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളൊരു ഫോർമാറ്റിലാണെങ്കിൽ x ലെസ് ദാൻ -a ആയിരിക്കും, അല്ലെങ്കിൽ x ഗ്രേറ്റർ ദാൻ a ആയിരിക്കും. ഓക്കെ, അതുപോലെ x² - a² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -a ഓർ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു a ആയിരിക്കും. സിമിലർലി x² - a² ലെസ് ദാൻ 0 ആണ് എന്നുണ്ടെങ്കിൽ -a ലെസ് ദാൻ x ലെസ് ദാൻ a എന്നുള്ള രീതിയിൽ -a ഇൻബിറ്റ്വീൻ ആയിരിക്കും. ഇവിടെയൊക്കെ വാല്യൂസ് വരാം. ഇവിടെ 4² വരാം, 3² വരാം, 2² വരാം, വാട്ടെവർ ഇറ്റ് ഈസ്, ആ വാല്യൂ അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയൊക്കെ എക്സിൻ്റെ ഇൻബിറ്റ്വീൻ ആരുടെ ഇൻബിറ്റ്വീൻ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് അവിടെ കിട്ടുക. അതുപോലെ x - a ഇൻറ്റു x - b ഗ്രേറ്റർ ദാൻ 0 ആണ്, a ലെസ് ദാൻ ബിയും കൂടി ആണെങ്കിൽ x ലെസ് ദാൻ a ഓർ x ഗ്രേറ്റർ ദാൻ b എന്നുള്ള രീതിയിൽ ഇനീക്വാളിറ്റി വരും. ഇത് നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള a b c എന്നുള്ളത് നമ്പേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് പകരം നമുക്ക് എ ആണ് റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്, ആ നമ്പേഴ്സിന് പകരമാണ് ഇവർ വന്നിട്ടുള്ളത്. സിമിലർ രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ പോസിബിൾ ആയിട്ടുള്ള എക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആരൊക്കെയാണ്? -2 ലെസ് ദാൻ a ലെസ് ദാൻ 8 ആണ്. -2-നും 8-നും ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള ഓൾ റിയൽ നമ്പേഴ്സ് ആർ പോസിബിൾ ഫോർ a. ക്ലിയർ അല്ലേ? ഇതാണ് ഐഡിയ. റെഡി? ഓക്കെ, ഇതിൽ ഏതെങ്കിലും കോൺസെപ്റ്റ് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ സെൽഫായിട്ടൊന്ന് സോൾവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. റെഡി? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഇക്വേഷൻ x² - bx by ax - c is equal to k - 1 by k plus 1 has roots equal in magnitude and opposite in sign, then the value of k is. ഈ കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ, ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് അവിടെ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, സം ഓഫ് റൂട്ട്സും പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സും അറിയുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ax² പ്ലസ് bx പ്ലസ് c is equal to 0 എന്നുള്ളതാണല്ലോ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ്. അതിന് മാക്സിമം 2 റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് വരാം എന്നുള്ളത് നമുക്കറിയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ മാക്സിമം 2 റൂട്ട്സ് ആണ് അതിന് വരിക.
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ റൂട്ട് അല്ലെങ്കിൽ രണ്ട് സെയിം ആവുന്ന കേസ് വരാം, അല്ലെങ്കിൽ റിയൽ റൂട്ട്സ് ഇല്ലാത്ത കേസ് വരാം. എനിവേ 2 റൂട്ട്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. ആ 2 റൂട്ട്സിനെ ഞാൻ ഒരാളെ ആൽഫ എന്ന് വിളിക്കുകയാണ്, ഒരാളെ ബീറ്റ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എക്ക് ഈക്വൽ ആയിരിക്കും. ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എക്ക് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th ഓൾറെഡി കവർ ചെയ്യുന്ന ടോപ്പിക്കാണ്. +1 +2ലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ആൽഫ പ്ലസ് ബീറ്റ, അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസിൻ്റെ റൂട്ട്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബൈ എ ആണ്. എന്താ എ ബി സി എന്താണ്? ഇവിടുത്തെ കോഎഫിഷ്യൻസ് ആണ്. ക്ലിയർ അല്ലേ? ഈ ഒരു ഐഡിയ വേണം. ഇനി നമുക്ക് ക്വസ്റ്റിലോട്ട് വരാം. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അയാൾ റൂട്ട്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് സൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇത് ഇയാളെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിൽ എത്തും. അയാളുടെ സൊല്യൂഷൻസ് റൂട്ട്സ് ഒരാൾ 2 ആണെങ്കിൽ അടുത്ത ആൾ -2 ആയിരിക്കും, 3 ആണെങ്കിൽ -3 ആയിരിക്കും, 10 ആണെങ്കിൽ -10 ആയിരിക്കും, -5 ആണെങ്കിൽ 5 ആയിരിക്കും. അതാണ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൽഫ ബീറ്റ എന്നുള്ളതിന് പകരം ഒരാൾ ആൽഫ ആണെങ്കിൽ അടുത്ത ആൾ എന്തായിരിക്കും? മൈനസ് ആൽഫ ആയിരിക്കും. ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ആൽഫ ആയിരിക്കും അല്ല, ഒരാൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് രീതിയിൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആൽഫ പ്ലസ് ബീറ്റ എന്നുള്ള ആൾ എന്തായിട്ട് മാറും? ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു 0. അപ്പം മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ ആണല്ലോ, സോ മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അല്ലെങ്കിൽ ബി ഇസ് ഈക്വൽ ടു 0 ഒക്കെ ഇതിൽ എന്തെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് ഇവിടെ ഇപ്പോൾ അത്ര റെലവൻസ് ഇല്ല, നമുക്ക് ഇവിടെ യൂസ് ചെയ്യണം നിർബന്ധമില്ല, ജസ്റ്റ് അവിടെ കണ്ടുവെക്കുക. മൈനസ് ബി ബൈ എ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ബി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഈ ഒരു കൺക്ലൂഷൻ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കി വെക്കാം. ഇനി നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഞാൻ അടുത്തൊരു പേജിലോട്ട് കൊടുക്കുന്നുണ്ട്. തന്നിട്ടുള്ള ഇക്വേഷൻ x² മൈനസ് bx ഡിവൈഡ് ബൈ ax മൈനസ് c ഇസ് ഈക്വൽ ടു k മൈനസ് 1 ബൈ k പ്ലസ് 1. ഇവരൊന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുക എങ്ങനെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ k പ്ലസ് 1നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ k പ്ലസ് 1 ഇൻറ്റു x² മൈനസ് bx ഇസ് ഈക്വൽ ടു k മൈനസ് 1 ഇൻറ്റു അടുത്ത ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ax മൈനസ് c. ബ്രാക്കറ്റുകൾ പൊളിക്കാൻ നോക്കുക. അപ്പോൾ k പ്ലസ് 1 ഇൻറ്റു x², k പ്ലസ് 1 x² മൈനസ് k പ്ലസ് 1 ഇൻറ്റു bx, b ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു x ഇസ് ഈക്വൽ ടു അപ്പുറത്ത് k മൈനസ് 1 ഇൻറ്റു ax, k മൈനസ് 1 ഇൻറ്റു a ഇൻറ്റു x മൈനസ് k മൈനസ് 1 ഇൻറ്റു c, k മൈനസ് 1 c. റെഡി അല്ലേ? ജസ്റ്റ് എങ്ങനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുക. k പ്ലസ് 1 x² മൈനസ് b ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു എക്സ്. അപ്പുറത്തുള്ള ആൾക്കാരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ a ഇൻറ്റു k മൈനസ് 1 ഇൻറ്റു എക്സ് എന്തായിട്ട് മാറും? മൈനസ് a ഇൻറ്റു k മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് k മൈനസ് 1 c ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലസ് k മൈനസ് 1 c ഇസ് ഈക്വൽ ടു 0 ആയിട്ട് മാറും. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. k പ്ലസ് 1 ഇൻറ്റു x². ഇനി ഈ രണ്ട് ടേംസും എക്സ് കോമൺ ആണ്. ആ എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഉണ്ടാവുക? എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ മൈനസും കോമൺ ആണ് അല്ലേ? ഇവിടെയും മൈനസ് ഉണ്ട്, ഇവിടെയും മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസും കോമൺ എടുത്ത് എക്സിനും കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉണ്ടായിരിക്കുക ബി ഇൻറ്റു k പ്ലസ് 1 ആണ്. ബി ഇൻറ്റു k പ്ലസ് 1 മൈനസ് എ ഇൻറ്റു k മൈനസ് 1 എക്സ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ നോക്കിയേ, മൈനസ് ഓഫ് ബി ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഈ ടേം കിട്ടും. അടുത്ത് ഇവിടെ പ്ലസ് ആണ്. മൈനസ് ഓഫ് എ ഇൻറ്റു k മൈനസ് 1 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാല്യൂ കിട്ടും അല്ലേ? ഇവിടുത്തെ ഈ ഒരു വാല്യൂ കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. ഇനി ബാക്കി ആരുണ്ട്? k മൈനസ് 1 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. സോറി, എക്സ് അല്ലല്ലോ, സി അല്ലേ? ഇൻറ്റു സി ഇസ് ഈക്വൽ ടു 0. എന്തിനാണ് ഞാൻ ഈ ഒരു ഫോർമാറ്റിലാക്കി മാറ്റിയതാണ്? റീസൺ വളരെ സിമ്പിളാണ്. ഇത് എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറി. x² അയാളുടെ കോഎഫിഷ്യൻറ്റ്, എക്സ് അയാളുടെ കോഎഫിഷ്യൻറ്റ്, അതുപോലെ കോൺസ്റ്റൻറ്റ് ടേം. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇതിലുള്ള ബി എന്ന് പറയുന്ന ആൾ 0 ആയിരിക്കണം. ബി മീൻസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കണം. അപ്പോഴാണ് ഇവിടെ നമുക്ക് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ആരാ? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈ ഒരു കംപ്ലീറ്റ് ആളാണ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ ബി അല്ലേ? ജനറൽ ഫോർമാറ്റുള്ള ബി എന്ന് പറഞ്ഞാൽ ഇയാളാണ്. സോ ദാറ്റ് മീൻസ് എനിക്ക് പറയാൻ പറ്റും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ആൾ ആരാണ്? മൈനസ് ഓഫ് ബി ഇൻറ്റു k പ്ലസ് 1 പ്ലസ് എ ഇൻറ്റു k മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ എനിക്ക് എന്ത് പറയാം? ബി ഇൻറ്റു k പ്ലസ് 1
പ്ലസ് എ ഇൻറ്റു കെ മൈനസ് വൺ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം നെഗറ്റീവ് എന്തായാലും അവിടെ മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ബി ഇൻറ്റു കെ പ്ലസ് വൺ ഷുഡ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ഇൻറ്റു കെ മൈനസ് വൺ. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് കിട്ടേണ്ട എന്തിൻ്റെ വാല്യൂ ആണ്? വാല്യൂ ഓഫ് കെ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് പൊളിക്കാം. ഓക്കെ, ഞാൻ അടുത്തൊരു പേജിലോട്ട് കൊടുക്കാം. ബി ഇൻറ്റു കെ പ്ലസ് വൺ ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു കെ മൈനസ് വൺ. ഓക്കെ, സോ ബ്രാക്കറ്റ് പൊളിച്ചാൽ ബി ഇൻറ്റു കെ ബി കെ പ്ലസ് ബി ഇൻറ്റു വൺ ബി ഇസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു എ കെ പ്ലസ് എ ഇൻറ്റു മൈനസ് വൺ എ. സോ കെ ഉള്ളവരൊക്കെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ബി കെ ഇവിടെ ഉണ്ട്. ആ മൈനസ് എ കെ ഇങ്ങോട്ട് വന്നാൽ പ്ലസ് എ കെ ഇസ് ഈക്വൽ ടു എ അപ്പുറത്തുണ്ട്, ബി അങ്ങോട്ട് പോയാൽ മൈനസ് ബി. സോ ഇവിടെ കെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉണ്ടാവുക ബിയും എയും ആണ്. ബി പ്ലസ് എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. സോ കെ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഡിവൈഡ് ബൈ ബി പ്ലസ് എ, ഓർ വി ക്യാൻ സേ ദാറ്റ് എ മൈനസ് ബി ഡിവൈഡ് ബൈ ബി പ്ലസ് എക്ക് പകരം എ പ്ലസ് ബി. എ മൈനസ് ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഇതിലിപ്പോൾ എന്താ ചെയ്തത് നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവമില്ല. നിങ്ങൾക്ക് അറിയുന്ന വളരെ സിമ്പിളായുള്ള കാര്യമാണ്. ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ആ റിലേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിരിക്കണം. ഇനി ബാക്കി ചെയ്ത് ജസ്റ്റ് സിമ്പിൾ ആൾജിബ്രായിക് മെത്തേഡാണ്. ഇവർ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റീഅറേഞ്ച് ചെയ്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിലാക്കി അവിടുന്ന് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിച്ചു. ആ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു 0 കൊടുത്തു. അതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്തത് ഇനി കുറച്ച് സ്പെഷ്യൽ കേസുകൾ, നേച്ചർ ഓഫ് റൂട്ട്സിന് അണ്ടറിൽ വരുന്ന കുറച്ച് സ്പെഷ്യൽ കേസുകൾ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസിലും സിമിലർ കേസുകൾ കാണും. അപ്പോൾ ആ കേസുകളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തതാണ് ഇവിടെ പറയുന്നുണ്ട്. ഫോർ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0, ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇഫ് ബി ഈസ് ഈക്വൽ ടു 0 റൂട്ട്സ് ആർ ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ. ബി 0 ആണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ ബി 0 ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് കേസ്. ഓക്കെ, ഫസ്റ്റ് കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ. അപ്പോൾ 0 പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? സി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് സി എന്ന് വരും. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് സി ബൈ എ എന്ന് വരും. മൈനസ് സി ബൈ എ. റെഡി അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സി ബൈ എ എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവരുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ആളെന്തായിരിക്കും? സെയിം ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങളായിരിക്കും ഇതിനകത്ത് മൈനസ് ഇല്ലേ? മൈനസ് ഉണ്ടായിക്കോട്ടെ, സിയോ എയോ ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ആയി കഴിഞ്ഞാൽ ആ മൈനസും ക്യാൻസൽ ആയി പോയിക്കോളും. അത് കുഴപ്പമില്ല. കാരണം ഇതിനകത്തുള്ള സിയും എയുടെയും വാല്യൂസ് എന്താ നമുക്ക് അറിയില്ലല്ലോ. സിയും എയും പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് അറിയില്ല. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഉള്ളത് ഇനി ഇൻ കേസ് നെഗറ്റീവ് ആണെങ്കിൽ ഇമാജിനറി നമ്പർ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ആൾ എന്താണ്? ഇതിൻ്റെ അകത്ത് വരുന്ന ആളാണ്. ഓക്കെ, റിയൽ സൊല്യൂഷൻ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ സിയോ എയോ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് ആയാൽ മതി, അല്ലെങ്കിൽ ഒരു ഇമാജിനറി സൊല്യൂഷൻ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. എന്തായാലും റൂട്ട്സ് അവിടെ ഉണ്ട്. ഓക്കെ, റിയലോ ഇമാജിനറി ആയിട്ടുള്ള റൂട്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്ക്വയർ റൂട്ടിനകത്ത് ഈ വാല്യൂ ആയതുകൊണ്ട് എന്തായാലും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പക്ഷേ അതിൻ്റെ പ്ലസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും, അതിൻ്റെ മൈനസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. കാരണം പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടിൻ്റെ അകത്തുള്ള ഈ ഒരു മാഗ്നിറ്റ്യൂഡിൻ്റെ ഈ ഒരു വാല്യൂവിന് പ്ലസ് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും, മൈനസ് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഐഡിയ? ഫസ്റ്റത്തെ കേസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കാം. ഇഫ് സി ഈസ് ഈക്വൽ ടു 0, വൺ റൂട്ട് ഈസ് 0 ആൻഡ് ദ അതർ റൂട്ട് ഈസ് മൈനസ് ബി ബൈ എ. ഓക്കെ, സി 0 ആണ് എന്നുണ്ടെങ്കിൽ സിമിലർലി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ 1-2 കേസ് ചെയ്യാം, എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സി 0 ആണെന്ന് സംഭവിക്കും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? അപ്പോൾ സി ആണ് എന്ത് ഇവിടെ 0 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സിക്ക് പകരം ഇവിടെ 0 കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഇസ് ഈക്വൽ ടു 0. രണ്ടിലും എക്സ് കോമൺ ആണ്. അപ്പോൾ എക്സിനെ ഞാൻ എന്ത് ചെയ്തു? കോമൺ ആക്കി എടുത്തു. ബാക്കി ആരുണ്ടാവുക? ഇവിടെ എ എക്സ് ഉണ്ടാവും, അവിടെ ബി ഉണ്ടാവും. ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 വരണം എന്നുണ്ടെങ്കിൽ രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്നെങ്കിൽ എക്സ് 0 ആവണം, അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി 0 ആവണം അല്ലേ? ഈ രണ്ട് പോസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ എക്സ് എന്ത് ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു 0 വരാം, ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ടേം 0 വരാം. എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 വരാം. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബി അങ്ങോട്ട് പോയാൽ മൈനസ് ബി ആവും, എ അങ്ങോട്ട് പോയാൽ ഡിവൈഡ് ബൈ എ ആവും, മൈനസ് ബി ബൈ എ ആവും. അപ്പോൾ സി 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0, അതുപോലെ മറ്റൊരു വാല്യൂ മൈനസ് ബി ബൈ എ ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഇഫ് സി ഇസ് ഈക്വൽ ടു 0, വൺ റൂട്ട് ഈസ് 0 ആൻഡ് അതർ റൂട്ട് ഈസ് മൈനസ് ബി ബൈ എ.
ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇത് എന്തായാലും ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയുള്ള പല സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴും ചെയ്യാവുന്നത് തന്നെയാണ്. അതിന്റെ ഒരു ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓൾറെഡി ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? ഇഫ് ബി ഇസ് ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു 0 ബോത്ത് റൂട്ട്സ് ആർ 0. ഇതേപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ എല്ലാം ചെയ്യുന്നില്ല, എല്ലാം സിമിലർ പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബിയും സിയും 0 ആണെങ്കിൽ ബോത്ത് റൂട്ട്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? അവിടെ അപ്പോൾ എ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് വരിക. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. അപ്പോൾ എക്സിന് 0 അല്ലാത്ത വേറെ വാല്യൂസ് ഇല്ല, കാരണം ബി 0 ആയി, സി 0 ആയി. പിന്നെ അവിടെ ബാക്കി ആരുണ്ടാവുക? ഈ എ എക്സ് സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി രണ്ടുപേരും 0 ആയി. അപ്പോൾ എ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതാണ് അവിടെ കേസ്. ഇനി ഇഫ് എ ഈക്വൽ ടു സി റൂട്ട്സ് ആർ റെസിപ്രോക്കൽ ടു ഈച്ച് അതർ. എയും സിയും ഈക്വൽ ആണെങ്കിൽ റൂട്ട്സ് എന്താണ്? റെസിപ്രോക്കൽ ആണ്. അതെങ്ങനെയാണ് പറയുന്നത്? വേണമെങ്കിൽ ജസ്റ്റ് ഇതും കൂടി ഞാൻ അവിടെ എഴുതി ജസ്റ്റ് കൊടുക്കാം. ബിയും സിയും 0 എന്ന കേസിൽ എ എക്സ് സ്ക്വയർ പ്ലസ് 0 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ആണ്. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് സിയുടെ എക്സ്പ്ലനേഷൻ, ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എ ഇസ് ഈക്വൽ ടു സി ആണെങ്കിൽ, എ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ എന്താ? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ളതിന് പകരം വേണമെങ്കിൽ എനിക്ക് എ തന്നെ കൊടുക്കാം, കാരണം എയും സിയും സെയിം ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിന് രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത്. ആൽഫ ബീറ്റ എന്നുള്ള രീതിയിലുണ്ട്. ആൽഫ പ്ലസ് ബീറ്റയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം, ആൽഫ ഇൻറ്റു ബീറ്റയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണ് വരേണ്ടത്, സി ബൈ എ. പക്ഷേ ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. എ എന്ന് പറഞ്ഞാലും എ തന്നെയാണ്. അപ്പോൾ എ ബൈ എ 1 കിട്ടും. അപ്പോൾ ആൽഫയും ബീറ്റയും അതിൻ്റെ രണ്ട് സൊല്യൂഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും? റെസിപ്രോക്കൽ ആയിരിക്കും അല്ലേ? അതായത് ഒരാൾ ആൽഫയും അടുത്ത ആൾ 1 ആൽഫ ആകുമ്പോഴല്ലേ അവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ആൽഫ കട്ട് ചെയ്തിട്ട് 1 വരിക. സോ ഇവിടെയുള്ള ആൽഫ ഉണ്ട്, ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അല്ലേ? എല്ലാ നമ്പേഴ്സും അങ്ങനെ തന്നെ അല്ലേ? 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽസ് ആണ്. അതാണ് ഇവിടുത്തെ ഐഡിയ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എയും സിയും ഈക്വൽ ആണെങ്കിൽ റൂട്ട്സ് റെസിപ്രോക്കൽ ആണ്, കാരണം ഈ റിലേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. റെഡി അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. അടുത്ത എന്താ പറയുന്നത്? ഇഫ് സൈൻ ഓഫ് എ നോട്ട് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് സി ബോത്ത് റൂട്ട്സ് ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻ. അതും സെയിം രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണല്ലോ. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. എന്താ പറയുന്നത്? സൈൻ ഓഫ് എ നോട്ട് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് സി. അതായത് എ പോസിറ്റീവ് ആണെങ്കിൽ സി നെഗറ്റീവ് ആണ്, എ നെഗറ്റീവ് ആണെങ്കിൽ സി പോസിറ്റീവ് ആണ്. രണ്ടുപേരും ഓപ്പോസിറ്റ് സൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് റൂട്ട്സ് ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻസ്. ഇത് സിമ്പിളാണ്. നിങ്ങൾക്കറിയാം എ ആൽഫ ഇൻറ്റു ബീറ്റ രണ്ടും സൊല്യൂഷൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? സി ബൈ എ കിട്ടണം. ഓക്കെ, അപ്പോൾ സിയും എയും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ, അതായത് ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ആൾ നെഗറ്റീവ്, ഇങ്ങനെയാണല്ലോ. ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഇവർ ഡിവൈഡ് ചെയ്യും. ഈ ഒരു സി ബൈ എ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ ഈ ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം? നെഗറ്റീവ്. 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആയിരിക്കണം. ഒന്നുകിൽ ആൽഫ പോസിറ്റീവ് ബീറ്റ നെഗറ്റീവ്, അല്ലെങ്കിൽ ആൽഫ നെഗറ്റീവ് അല്ലെങ്കിൽ ബീറ്റ പോസിറ്റീവ്, ആ രീതിയിലായിരിക്കണം. അപ്പോൾ ഇവിടെ എയും സിയും ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ സി ബൈ എ നെഗറ്റീവ് ആവും. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റയും നെഗറ്റീവ് ആയിരിക്കണം. ദെർഫോർ ആൽഫയും ബീറ്റയും പോസിറ്റീവ് നെഗറ്റീവിലുള്ള സെപ്പറേറ്റ് സൈൻ ആയിരിക്കണം. അതാണ് ബോത്ത് റൂട്ട്സ് ആർ ഓഫ് ഓപ്പോസിറ്റ് സൈൻ. ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഈ സൈൻ ഓഫ് എ സിക്വൾ സൈൻ ഓഫ് ബി സിക്വൾ സൈൻ ഓഫ് സി ബോത്ത് റൂട്ട്സ് ആർ നെഗറ്റീവ്. എല്ലാവരുടെ സൈനും സെയിം ആണെങ്കിൽ, ഓക്കെ, അത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ എല്ലാവരുടെ സൈനും എയുടെയും ബിയുടെയും സിയുടെയും സൈൻ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ആണ് അല്ലേ? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ബിയുടെയും എയുടെയും സൈൻ സെയിം ആണ്. അപ്പോൾ ബി ബൈ എ എന്ന് പറയുന്ന ആൾ പോസിറ്റീവാണ്, പക്ഷെ അതിനൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബി ബൈ എ പോസിറ്റീവ് ആണ്, അപ്പോൾ മൈനസ് ബി ബൈ എന്തായിരിക്കും? നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അത് നെഗറ്റീവ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയും എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടിയപ്പോഴാണ് ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? 2 പേരും നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡുള്ള നമ്പർ നെഗറ്റീവും മറ്റാൾ പോസിറ്റീവും ആയിരിക്കണം. -10 + 2 നെഗറ്റീവ് നമ്പറാണ്, പക്ഷേ 10 + -2 അത് പോസിറ്റീവാണ്. അപ്പോൾ ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡുള്ള ആൾ നെഗറ്റീവ് മറ്റാൾ പോസിറ്റീവ് ആണെങ്കിലും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എ ആണ്. ദാറ്റ് മീൻസ് സിയും എയും സെയിം സൈൻ അല്ലേ? ഒന്നെങ്കിൽ 2 പോസിറ്റീവ് അല്ലെങ്കിൽ 2 നെഗറ്റീവ്. അപ്പോൾ ഇതെന്തായാലും പോസിറ്റീവ് നമ്പറാണ്, കാരണം നെഗറ്റീവ് ബൈ നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ബൈ പോസിറ്റീവ് ചെയ്താലും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതെന്തായാലും എന്താണ് ആൻസർ? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ
സിമിലർ കേസ് നോക്കുകയാണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റയും പോസിറ്റീവ് ആയിരിക്കണം. ഈ ആൽഫ ഇൻറ്റു ബീറ്റ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 2 നമ്പർ പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 നമ്പർ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആൽഫയും ബീറ്റയും ഒന്നെങ്കിൽ 2 പേരും എന്താണ് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ 2 പേരും എന്താണ് പോസിറ്റീവ് ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, ആൽഫ പ്ലസ് ബീറ്റ സിക്വൽ ടു മൈനസ് ബി ബൈ എ നെഗറ്റീവ് കിട്ടണം, ആൽഫ ഇൻറ്റു ബീറ്റ സിക്വൽ സി ബൈ എ പോസിറ്റീവ് കിട്ടണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൽഫയുടെയും ബീറ്റയുടെയും സൈന് ഒന്നെങ്കിൽ 2 നെഗറ്റീവ്, അല്ലെങ്കിൽ 1 നെഗറ്റീവ് 1 പോസിറ്റീവ്, ഈ 2 പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 2 നെഗറ്റീവ് അല്ലെങ്കിൽ 2 പോസിറ്റീവ്, ഈ 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള പോസിബിലിറ്റി ഏതാ? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആൽഫയും ബീറ്റയും നെഗറ്റീവ് ആവുക എന്നുള്ളതാണ് കോമൺ പോസിബിലിറ്റി. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ബോത്ത് റൂട്ട്സ് ആർ നെഗറ്റീവ്. ബോത്ത് റൂട്ട്സ് ആർ നെഗറ്റീവ് എന്ന് പറയാനുള്ള കാരണം. ക്ലിയർ ആയോ? ഇതാണ് ഇവിടുത്തെ ഐഡിയ. കാരണം നെഗറ്റീവ് ആകുമ്പോൾ മാത്രമേ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഒരാൾ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മൾട്ടിപ്ലൈ കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആവും, സാറ്റിസ്ഫൈ ഇല്ല. 2 പേരും പോസിറ്റീവ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ആൽഫ പ്ലസ് ബീറ്റ 2 പോസിറ്റീവ് ആണെങ്കിൽ കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് കിട്ടില്ല. അപ്പോൾ 2 നെഗറ്റീവ് ആവും മാത്രമേ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ദാറ്റ്സ് ഐഡിയ. സിമിലർലി ഇതേ ഐഡിയ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതും എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. എഫും ജിയും സെയിം ഐഡിയ ആണ്. ഈ സൈൻ ഓഫ് എ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് സി നോട്ട് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ബി, ബോത്ത് റൂട്ട്സ് ആർ പോസിറ്റീവ്. സെയിം രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തൊരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇഫ് സൈൻ ഓഫ് എ ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് ബി നോട്ട് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് സി, ഗ്രേറ്റർ റൂട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ് ഈസ് നെഗറ്റീവ്. കാരണം നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ആവുന്നത് നെഗറ്റീവ് ആവുന്നതും പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഒരു 2 നമ്പേഴ്സ് ഉണ്ട്, ഒരാളുടെ മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്റർ ആണ്, അയാൾക്ക് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ഇവർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. സോ ആ സിമിലർ കണ്ടീഷൻ തന്നെ ഇവിടെ കൊടുത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഇഫ് സൈൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് സി നോട്ട് ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എ, ഗ്രേറ്റർ റൂട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ് ഈസ് പോസിറ്റീവ്. അപ്പോൾ അവിടെ എങ്ങനെയാണോ നമ്മൾ ഈ തൊട്ട് മുമ്പ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചെയ്തത് അതേ പ്രൊസീജിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നിലും കിട്ടും. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഇതിലുള്ള ഓരോ കണ്ടീഷൻസും ക്വസ്റ്റ്യൻസ് ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുന്നേ ഓരോന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് അതുകൊണ്ടുകൂടിയാണ്. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യാറുള്ളത്. 2 സ്റ്റേറ്റ്മെന്റ്സ് കൂടി ഉണ്ട് ഇവിടെ. ഇഫ് എ പ്ലസ് ബി പ്ലസ് ഈസ് ഈക്വൽ ടു 0, 1 റൂട്ട് ഈസ് 1 ആൻഡ് സെക്കൻഡ് റൂട്ട് ഈസ് സി ബൈ എ. ഇവരുടെ എല്ലാ 3 പേര് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നുണ്ടെങ്കിൽ ഒരു റൂട്ട് 1 ആയിരിക്കും, അടുത്ത ആൾ എന്തായിരിക്കും, സി ബൈ എ ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് എ ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു 0, then equation will become an identity and will be satisfied by every value of x. ഇവരെല്ലാവരും 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഇക്വേഷൻ കംപ്ലീറ്റ്ലി 0 ആയി മാറി. അപ്പോൾ നിങ്ങൾ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, കോഎഫിഷ്യൻസ് 0 ആയതുകൊണ്ട് ആൻസർ 0 തന്നെ എപ്പോഴും മാപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടീഷൻ ഫോർ കോമൺ റൂട്ട്സ്. ഓക്കെ, ഈ മുന്നേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി റെഡിയാക്കി വെക്കുക, ജനറൽ ഫോർമാറ്റ് എഴുതുക, എന്നിട്ട് ആ കണ്ടീഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് കിട്ടും. കണ്ടീഷൻ ഫോർ കോമൺ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് നിങ്ങൾക്ക് മാക്സിമം 2 സൊല്യൂഷൻസ് അല്ലെങ്കിൽ മാക്സിമം 2 റൂട്ട്സ് വരെ വരാം. ഈ 2 ആളുകളിലും കോമൺ റൂട്ട്സ് വരാനുള്ള പോസിബിലിറ്റീസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ലെറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആർ a1x² + b1x + c1 is equal to 0 ആൻഡ് a2x² + b2x + c2 is equal to 0. 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അവരുടെ കോഎഫിഷ്യൻസിന് a1 b1 c1 a2 b2 c2 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് 2 പേരുടെയും സൊല്യൂഷൻസ് കണ്ടു, റൂട്ട്സ് കണ്ടപ്പോൾ ഓൺലി വൺ റൂട്ടാണ് കോമൺ എങ്കിൽ, ഇഫ് ഓൺലി വൺ റൂട്ട് ഈസ് കോമൺ എങ്കിൽ ഈ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ കണ്ടീഷൻ? α² by b1c2 - b2c1 is equal to α by a1c2 - a2c1 is equal to 1 by a1b2 - a2b1 എന്നുള്ള രീതിയിലാണ് വരിക. ഇവിടെ എന്താണ് ആൽഫ? അതാണ് അവിടുത്തെ കോമൺ റൂട്ട്. ഇയാളിലും കോമൺ ആയിട്ടുള്ള ഈ 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലും കോമൺ ആയിട്ട് വരുന്ന റൂട്ടിനെയാണ് ആൽഫ എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഇൻ കേസ് ബോത്ത് റൂട്ട്സ് കോമൺ ആണെങ്കിൽ, 2 പേരുടെയും ബോത്ത് റൂട്ട്സ് കോമൺ ആണെങ്കിൽ a1 by a2 is equal to b1 by b2 is equal to c1 by c2 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു കണ്ടീഷൻ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന മറ്റൊരു ഇക്വേഷനാണ് c1a2 - c2a1 all square is equal to b1c2 - b2c1 into a1b2 - a2b1. ഇതൊന്നുമില്ല, ഇത് വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ് ഇക്വേഷൻ വന്നു വെച്ചാൽ ഈ ഒരു ഇക്വേഷനിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവരെ 2 പേരെടുത്തു വിചാരിക്കാം. ഓക്കെ, ആൽഫ ബൈ a1c2 - a2c1 is equal to, അയാളുടെ കൂടെ എടുക്കാൻ പോകുന്ന ഇയാളാണ് 1 by a1b2 - a2b1. ഓക്കെ, ഇവർ 2 പേരെടുത്തു, ഈ 2 ആൾക്കാരെടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ജസ്റ്റ് ആൽഫ ഇവിടെ കീപ്പ് ചെയ്തിട്ട് അടുത്ത ആൾ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ a1c2 - a2c1 ഡിവൈഡ് ബൈ a1b2 - a2b1 എന്ന് വരുമല്ലോ. റെഡി? ഇനി ഞാൻ അടുത്ത 2 കണ്ടീഷൻസ് എടുക്കുകയാണ്.
ഏതാണ് രണ്ട് കണ്ടീഷൻസ്? ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്, ആൽഫ സ്ക്വയർ ബൈ B1C2 മൈനസ് B2 C1 ഇസ് ഈക്വൽ ടു, അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൽഫ സ്ക്വയർ ബൈ B1C2 മൈനസ് B2 C1 ഇസ് ഈക്വൽ ടു, ഞാൻ തേർഡ് വൺ ആളതിനെ കൊടുക്കുകയാണ്, 1/A1 B2 മൈനസ് A2 B1. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയാൾ ഇക്വലാന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ആൽഫ സ്ക്വയർ ഉണ്ടാക്കിയെടുക്കാം. ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു B1C2 മൈനസ് B2 C1 ബൈ A1 B2 മൈനസ് A2 B1. ഒന്നുമില്ല, ജസ്റ്റ് ആൽഫ സ്ക്വയറിനെ ഇവിടെ കീപ്പ് ചെയ്തിട്ട് ഇയാളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ആൽഫയെ കീപ്പ് ചെയ്തിട്ട് ഇയാളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ ആൽഫയുടെ വാല്യൂ ഉണ്ട്, ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ ഉണ്ട്. അങ്ങനെ എനിക്ക് പറഞ്ഞൂടെ, ഈ ഒരു എക്സ്പ്രഷൻ്റെ ഈ ഒരു വാല്യൂൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ, ഇത് ആൽഫയാണ്, ഇത് ആൽഫ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ സ്ക്വയർ ഈക്വൽ ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ജസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കാം, A1C2 മൈനസ് A2 C1 ബൈ A1 B2 മൈനസ് A2 B1ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് വരിക, B1C2 മൈനസ് B2 C1 ബൈ A1 B2 മൈനസ് A2 B1, അല്ലേ? അതായത് ഈ ഒരു എക്സ്പ്രഷൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈക്വൽ ആയിരിക്കും. ഇനി ജസ്റ്റ് ഒന്ന് നോക്കിയത് നമ്മൾ, ഫസ്റ്റ് ആളെ A1C2 മൈനസ് A2 C1 സ്ക്വയർ ബൈ A1 B2 മൈനസ് A2 B1 സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു B1C2 മൈനസ് B2 C1 ബൈ A1 B2 മൈനസ് A2 B1. നിങ്ങൾ നോക്കിയേ, ഇവിടെ A1 B2 മൈനസ് A2 B1ൻ്റെ സ്ക്വയറും അതേ എക്സ്പ്രഷൻ സ്ക്വയർ ഇല്ലാതെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു എക്സ്പ്രഷനും ഇതിലുള്ള സ്ക്വയറും നമുക്ക് കട്ട് ചെയ്തൂടെ, അല്ലേ? ഞാൻ ഇയാളെയും ഈ സ്ക്വയറും കട്ട് ചെയ്തു. ബാക്കി ആരുണ്ടാവുക, A1C2 മൈനസ് A2 C1ൻ്റെ സ്ക്വയർ ഉണ്ടാവും, അല്ലേ? ഈ ബാക്കി വരുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, അവിടെ ഓൾറെഡി B1C2 മൈനസ് B2 C1 ഉണ്ട്, ഇൻറ്റു A1 B2 മൈനസ് A2 B1 മൈനസ് A2 B1 ഇങ്ങനെയാണ് വരിക. നമ്മൾ നോക്കിയേ, അത് തന്നെയല്ലേ ഈ ഒരു എക്സ്പ്രഷൻ. A1C2 മൈനസ് A2 C1, അയാൾ ജസ്റ്റ് ആ A1 ഇങ്ങോട്ട് മാറ്റിയതാണ്, അതുകൊണ്ടോ C1 A2 ഈ ഒരു ടേമാണ്, C2 A1 ഇവരെ നീ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാലും കുഴപ്പമില്ല, കാരണം ഇതിനകത്ത് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു ടേം എന്താണ്, സെയിം ആണ്. B1C2 മൈനസ് B2 C1 A1 B2 മൈനസ് A2 B1 മൈനസ് A2 B1. അപ്പോൾ ആക്ച്വലി ഇവിടെയുള്ള ഈ ആളിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എക്സ്പ്രഷനും ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ടും പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. നമ്മളിത് കുറച്ച് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇതിലൊരു ക്ലാരിറ്റി വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, ഇഫ് x സ്ക്വയർ പ്ലസ് 2x പ്ലസ് c is equal to 0 and x സ്ക്വയർ മൈനസ് 4x പ്ലസ് 5 is equal to 0 have a common root, then the value of c is. അതായത് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് തന്നിട്ട് അതിൽ ഒരാൾക്ക് എന്തുണ്ട്, കോമൺ റൂട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിനൊന്ന് എഡിറ്റ് ചെയ്യുക. ഇക്വേഷന് ജസ്റ്റ് ഒരു എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 is equal to 0 എന്നുള്ളതാണ് കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 is equal to 0. ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ എന്തുണ്ട്, ഒരു കോമൺ റൂട്ട് ഉണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള വാല്യൂ ഓഫ് c ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പല രീതിയിൽ കാണാം. ഈ നിങ്ങൾക്ക് മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതില്ലാതെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങനത്തെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒന്ന് കാണിച്ചു തരാം. ഇക്വേഷൻ അറിയുമെന്നുണ്ടെങ്കിൽ അതും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം. രണ്ടും സെയിം തന്നെയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പരിപാടികൾ കഴിയും. ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് ചെയ്യാം. രണ്ടും സെയിം പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതിനകത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഇവിടെ അറിയേണ്ടത് A1 A2 B1 B2 അങ്ങനത്തെ ആൾക്കാർക്ക് ആരാണ് എഴുതി വെക്കണം. A1 B1 C1 A2 B2 C2. A1 ആരാണ്, 1 A2 B1 2 ആണ്, C1 C ആണ്. A2 എന്ന് പറഞ്ഞാൽ 1 ആണ്, B2 4 ആണ്, C2 -5 ആണ്. അല്ലേ, കോഎഫിഷ്യൻസ് ഇതിലുള്ള കോഎഫിഷ്യൻസ് നമ്മൾ എഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. C1 A2 ആരാ, 1 ആണ്. C1 A2 എന്ന് പറയുമ്പോൾ എന്താ വരും, 1 × C അല്ലെങ്കിൽ C × 1 C വരും. അപ്പോൾ C മൈനസ്
അടുത്ത ആരാ C2A1 1 ഇൻറ്റു -5 -5 എന്ന് വരും. അപ്പോൾ മൈനസും വരുമ്പോൾ +5 ആയിട്ട് വരും അല്ലേ? കാരണം എന്താ മൈനസ് ഇവിടെ ഉണ്ട്. C2A1 ചെയ്യുന്ന സമയത്ത് C2A1 ഓൾറെഡി മൈനസ് ആണ്, 2 മൈനസ് കൂടി പ്ലസ് ആവും. C+5 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പോൾ ധാരാളത് B1C2 2 ഇൻറ്റു -5 -10 മൈനസ് B2C1 4 ഇൻറ്റു 4C ഇൻറ്റു അടുത്ത ആരാ A1B2 1 ഇൻറ്റു 4 മൈനസ് A2B1 1 ഇൻറ്റു 2 ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ C+5 സ്ക്വയർ എന്ന് പറയുമ്പോൾ C² + 10C + 25 അല്ലേ? എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു -10 - 4C ഇൻറ്റു 4 - 2 2 ആണ്. സോ C² + 10C + 25 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു -10 -20 2 ഇൻറ്റു -4C -8C എന്ന് വരും. എല്ലാവരും ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ C² + 10C അവിടെയുള്ള -8C ഇങ്ങോട്ട് വന്നാൽ +8C +25 -20 ഇങ്ങോട്ട് വന്നാൽ +20 ഇസ് ഈക്വൽ ടു 0. സോ C² + 18C + 45 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ C² + 18C + 45 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ അല്ലേ? കോമൺ റൂട്ട്, സിംഗിൾ കോമൺ റൂട്ട് ഉണ്ടാവാനുള്ള കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ വാല്യൂ കിട്ടൂലേ? സിയിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? നിങ്ങൾക്ക് -b + or -√b² -4ac ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, ഫാക്ടറൈസേഷൻ മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 45 കിട്ടണം, ആഡ് ചെയ്യുന്ന സമയത്ത് 18 കിട്ടണം. ഏത് രണ്ട് നമ്പേഴ്സാണ് പോസിബിലിറ്റീസ് ഉള്ളത്? 15 and 3. അപ്പോൾ എനിക്ക് ഇയാളെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ C + 3 ഇൻറ്റു C + 15 എന്നാക്കാം ഇസ് ഈക്വൽ ടു 0. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിച്ചവർക്ക്, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, -b + or -√b² -4ac/2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് സിയിലെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ രണ്ട് പോസിബിലിറ്റീസ് ഉള്ളത്. ഒന്നെങ്കിൽ C + 3 0 ആവണം, അങ്ങനെയാണെങ്കിൽ C = എന്തായിരിക്കും -3. അല്ലെങ്കിലുള്ള പോസിബിലിറ്റി എന്താ, C + 15 0 ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ C എന്തായിരിക്കും -15. അപ്പോൾ നിങ്ങൾ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാലും സിക്ക് രണ്ട് വാല്യൂസ് പോസിബിൾ ആയിട്ട് കിട്ടും. C = -3, C = -15. അപ്പോൾ ഇവിടുത്തെ വാല്യൂ ഓപ്ഷൻ ആരേ ഉള്ളൂ, -3 ആണുള്ളത്. സോ -3 ആണ് നമുക്ക് വേണ്ടത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുല അറിയുമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല ഒന്നും അറിയാത്തൊരാൾക്ക് വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. നോ ഇഷ്യൂസ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മളെ ഫോർമുല ഒന്ന് യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടി ജസ്റ്റ് കാണിച്ചു തരാം. Okay, the equations x² - 4x + k is equal to 0 and x² + 4x x² + kx - 4 is equal to 0 where k is a real number have exactly one common root. What is the value of k? ഓക്കെ, ഇത് മുന്നേ IOQM ചോദിച്ചിട്ടുള്ളതാണ്. പ്രീ RMO എന്ന് പറഞ്ഞാൽ മുമ്പ് IOQMൻ്റെ പേര് പ്രീ RMO എന്നായിരുന്നു, പിന്നീടാണ് IOQM ആക്കി മാറ്റിയത്. അപ്പോൾ അതിന് 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ഇക്വേഷൻസ് x² - 4x + k is equal to 0 ആയിരിക്കും, x² + kx - 4 is equal to 0 ആയിരിക്കും. എന്തുണ്ട്, എക്സാക്ട്ലി 1 കോമൺ റൂട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? ഓക്കെ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഇക്വേഷൻസ് ഒന്ന് യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ആൽഫയാണ് ഇവരുടെ കോമൺ റൂട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും, α² - 4x 4α + k എന്നായിട്ട് മാറും അല്ലേ? ഇവിടെ എക്സിന് പകരം എല്ലായിടത്തും ആൽഫ ഇട്ട് കൊടുക്കുക, ഇവിടെ എക്സിന് പകരം എല്ലായിടത്തും ആൽഫ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, α² + kα - 4 എന്ന് വരും. ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരിക്കൂലേ? ഇവർ രണ്ടുപേരും ഈക്വൽ. കാരണം എന്താ, ആൽഫ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ കോമൺ റൂട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ആൽഫ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും 0 കിട്ടും, ഇതിനകത്ത് ആൽഫ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും 0 കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസും ഈക്വൽ എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ α² ക്യാൻസൽ ചെയ്യാം. ഇനി ആൽഫ ഉള്ള ആളുകളൊക്കെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകണം ഞാൻ. ഇപ്പോൾ k ആൽഫ അവിടെ ഉണ്ട്, -4α അങ്ങോട്ട് വരുമ്പോൾ +4α ആയിട്ട് മാറും. ഇവിടെ k ഇവിടെ ഓൾറെഡി ഉണ്ട്, -4 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, +4 ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൽഫ കോമൺ എടുത്തു കഴിഞ്ഞാൽ k + 4 ഉണ്ടാവും, ഇവിടെ എന്തുണ്ട്, k + 4 ഉണ്ട്. സോ ദാറ്റ് മീൻസ് ആൽഫ ഇസ് ഈക്വൽ ടു k + 4 ഇവിടെ ഉണ്ട്, ആ k + 4 ഇങ്ങോട്ട് വന്നാൽ ഡിവിഷനായിട്ട് മാറും. therefore 1 is equal to ആൽഫ എന്നുള്ള രീതിയിൽ വരും. ആൽഫയുടെ വാല്യൂ എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. ആൽഫ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക
അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് കെ ഫോർ എയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ 1 ആണല്ലോ, 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 പ്ലസ് കെ ചെയ്യുന്ന സമയത്ത് 0 കിട്ടണം. അപ്പോൾ 1 മൈനസ് 4 പ്ലസ് കെ ചെയ്യുമ്പോൾ 0 കിട്ടണം. -3 പ്ലസ് കെ ചെയ്യുന്ന സമയത്ത് 0 കിട്ടണം. ദെർഫോർ കെ ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ദെർഫോർ കെ ഇസ് ഈക്വൽ ടു 3. ഇനി അല്ല നിങ്ങൾ സെക്കൻഡ് ഇക്വേഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലും അതുപോലെ തന്നെ കിട്ടും. 1 സ്ക്വയർ പ്ലസ് കെ എക്സ് എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു 1 പ്ലസ് മൈനസ് 4 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ കെ ഇൻറ്റു 1 മൈനസ് 4 -3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ കെയുടെ വാല്യൂ എന്ത് കിട്ടും? അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യേണ്ട? ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ മുന്നത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ? മുന്നത്തെ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്യാം. സിമിലർ മെത്തേഡ് വെച്ചാൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളും ചെയ്യുന്നിടത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ആൽഫയുടെ വാല്യൂ കിട്ടി. എല്ലാ സമയത്തും ആൽഫയുടെ വാല്യൂ ഇങ്ങനെ ഡയറക്റ്റ് കിട്ടിക്കോളം നിർബന്ധമില്ല. സംടൈംസ് ആൽഫയുടെ വാല്യൂ കെയിലുള്ള ഒരു ടേം ആയിരിക്കും, കെ വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ചിലപ്പോൾ ആൽഫയുടെ വാല്യൂ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി കെയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ കിട്ടും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്ത പോലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്ന ആ ഒരു കോമൺ റൂട്ട് സിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് കിട്ടും. ആ സിയിലുള്ള എക്സ്പ്രഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടുന്ന് വീണ്ടും സിയുടെ വാല്യൂ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. എല്ലാം ഒരേ മെത്തേഡിലൂടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, ഡിഫറെൻറ്റ് അപ്രോച്ച് വരുന്നതേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ യൂസ് ചെയ്യണം നിർബന്ധമില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തെടുത്തതാണ് ഇയാൾ. ഓക്കെ, അപ്പോൾ ഇത് ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, അത് പോസിബിൾ ആണ്. പക്ഷേ എനിവേ ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള കോഎഫിഷ്യൻസ് എല്ലാം തന്നു, എന്നിട്ട് കോമൺ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ റൂട്ട് കണ്ടുപിടിക്കാനൊക്കെ പോസിബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ രീതിയിൽ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. റെഡി അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേപോലെ തന്നെയുള്ള അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചു തരാം. ദ ഇക്വേഷൻസ് 5x square plus 12x plus 13 is equal to 0 and ax square plus bx plus c is equal to 0. A, b, c belongs to R. Have a common root where a, b, c are the sides of triangle ABC. Then find angle C. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് അപ്രോച്ചാണ്. സെയിം ടൈപ്പ് തന്നെയാണ്, സെയിം കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ നമ്മൾ വേറെ രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്, അവർക്ക് കോമൺ റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഞാനിവിടെ എഴുതുന്നുണ്ട്. 5x square plus 12x plus 13 is equal to 0. ഞാൻ ഇയാളൊന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. -12 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ 144 മൈനസ് 4ac 4 × 5 × 13 4 × 5 20 ആണ്. 20 × 13 എന്ത് വരും? 2 × 13 26 ആണ്. അപ്പോൾ 260/2a എന്ന് വരും. 2a അഥവാ 2 × 5 10. ഓക്കെ, ഇത് നോക്കിയത് നിങ്ങൾ ബി സ്ക്വയർ മൈനസ് 4ac ഒരു നെഗറ്റീവ് നമ്പറാണ്, അപ്പോൾ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് എക്സിന് രണ്ട് വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നെങ്കിൽ -12 പ്ലസ് എന്താ 144 മൈനസ് 260 മൈനസ് 144 എത്രയും നോക്കുക അല്ലേ? എത്ര വരും? 6 1 116 എന്ന് വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -116 ആണ് ഇതിനകത്ത് വരിക. -116 റെഡി അല്ലേ? ഡിവൈഡ് ബൈ 10. ഇതാണ് എക്സിന് വരുന്ന ഒരു പോസിബിലിറ്റി. അല്ലെങ്കിൽ എക്സിന് വരുന്ന മറ്റൊരു വാല്യൂ ആരാണ്? എക്സ് ഇസ് ഈക്വൽ ടു -12 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -116/10. ഓക്കെ, ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഇവിടെ എക്സിൻ്റെ വാല്യൂസ് ആയിട്ട് വരിക. ഓക്കെ, എക്സിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സൊല്യൂഷൻസ്. ഇയാളുടെ ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് ഇവർ രണ്ട് പേരുമാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ax square plus bx plus c is equal to 0. ഓക്കെ, ഇനി നിങ്ങൾ കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ എ ബി സി എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സാണ്. അവരാരും ഇമാജിനറി നമ്പേഴ്സോ കോംപ്ലക്സ് നമ്പേഴ്സോ അല്ല, ഈ റിയൽ നമ്പേഴ്സാണ്. ഇമാജിനറി നമ്പേഴ്സ് വരുന്ന ക്വാഡ്രാറ്റിക് ഫോമിലുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. +1 +2 സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എനിവേ, ഇവിടെയുള്ള സൊല്യൂഷൻസ് രണ്ടും ഇതിൻ്റെ സ്ക്വയർ റൂട്ടിനകത്ത് വരുന്നതുകൊണ്ട് ഇവർ രണ്ട് പേരും ഇമാജിനറി ആണ്. ഇമാജിനറി വരുമ്പോഴുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താ അറിയോ? ഇത് രണ്ട് പേരും ഇങ്ങനെയാണ് വരിക. കണ്ടോ, ഇവിടെ -12 സെയിം ആണ്, 10 സെയിം ആണ്, ഈ വാല്യൂ സെയിം ആണ്. ആകെയുള്ള ഡിഫറൻസ് എന്താ? ഒരാൾ പ്ലസ് ഒരാൾ -1. ഇങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് എപ്പോഴും ഇമാജിനറി സൊല്യൂഷൻസ് വരുന്നുണ്ടാവുക. കാരണം എന്താ? ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, -b പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac/2a.
ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് എയും ബിയും സിയും ഈ കോഎഫിഷ്യൻസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 5, 12, 13 റിയൽ നമ്പേഴ്സാണ്, ഇവിടെ എ ബി സി റിയൽ നമ്പേഴ്സാണ്, ഇവരെല്ലാവരും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഈ സൊല്യൂഷൻ്റെ അകത്തൊരു ഇമാജിനറി പാർട്ട് വരാൻ ചാൻസ് ഉള്ള ഏരിയ എവിടെയാണ്? അത് ഈ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് മാത്രമേ വരുള്ളൂ. കാരണം എന്താ, ഇത് റിയലാണ്, ഇത് റിയലാണ്, പക്ഷേ ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ടേം മാത്രമാണ് അവിടെ ഒരു ഇമാജിനറി പാർട്ട് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഇമാജിനറി വരുവാണെങ്കിൽ, അത് കോഎഫിഷ്യൻസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുമ്പം അത് ഇമാജിനറി ആവുന്നുണ്ടെങ്കിൽ അത് രണ്ട് സൊല്യൂഷൻസും ഇങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് വരിക. ഒരാൾ പ്ലസ് ആ ഇമാജിനറി പാർട്ട് വരും, മൈനസ് ഇമാജിനറി പാർട്ട് വരും. ഇനി എന്താണ്, ഇയാളുടെ സൊല്യൂഷൻസ് കാണുമ്പോഴും അതിന് കിട്ടുന്ന രണ്ട് റൂട്ട്സിൽ ഏതോ ഒരാൾ ഒന്നെങ്കിൽ ഇയാളായിരിക്കും അല്ലെങ്കിൽ ഇയാളായിരിക്കും. ക്ലിയർ അല്ലേ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി നോക്കിയേ, ഇപ്പം ഇയാളാണ് അവരുടെ കോമൺ റൂട്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇയാളാണ് കോമൺ റൂട്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇയാളുടെ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സിൻ്റെ വാല്യൂ, ഒരു കോമൺ റൂട്ട് ഉണ്ടല്ലോ, അത് -12 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് -116/10 ആണെങ്കിൽ ഇയാളുടെ അനദർ വാല്യൂ എന്തായിരിക്കണം? -12 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -116/10 ആയിരിക്കണം. എന്താ പറഞ്ഞത് ഐഡിയ? സിമ്പിളാണ്. അതാണ് ഞാൻ നേരത്തെ ഒന്നും കൂടെ പറയുന്നു. ഇവിടെ ഈ ഒരു എ ബി സി എല്ലാം റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു സൊല്യൂഷൻ ഇമാജിനറി നമ്പർ ആവണമെങ്കിൽ, കോംപ്ലക്സ് നമ്പർ ആവണമെങ്കിൽ, ഈ സ്ക്വയർ റൂട്ടിനകത്ത് നെഗറ്റീവ് വരുമ്പോഴാണല്ലോ കോംപ്ലക്സ് നമ്പർ ആയിട്ട് മാറുന്നത്. അങ്ങനെ മാറണം എന്നുണ്ടെങ്കിലുള്ള പോസിബിലിറ്റി സ്ക്വയർ റൂട്ടിനകത്തുള്ള ആൾ നെഗറ്റീവ് വരിക എന്നുള്ളതാണ്. b² - 4ac <0 നെഗറ്റീവ് വരിക എന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാവും. അത് ഈ വാല്യൂസ് എല്ലാം സെയിം ആയി കീപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ പ്ലസും മൈനസും വരുന്ന രീതിയിൽ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ടാവും. അതാണ് എല്ലാ കോഎഫിഷ്യൻസും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ കിട്ടുന്ന ഇമാജിനറി ഫോമിൽ വരുന്ന സൊല്യൂഷൻസിൻ്റെ നേച്ചർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പം എന്തായാലും ഇതിലുള്ള ഒന്നെങ്കിൽ ഇയാൾ ഇവിടെ കോമൺ ആണ്, അല്ലെങ്കിൽ ഇയാൾ കോമൺ ആണ്, ഏത് ഒരു റൂട്ട് കോമൺ ആണ്. ഫോർ എക്സാമ്പിൾ ഈ റൂട്ടാണ് ഈ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷൻസിൽ റൂട്ട്സിൽ ഒരു റൂട്ട് കോമൺ ആയിട്ട് വരുന്നെങ്കിൽ, ഇതാണ് കോമൺ ആയിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം -12 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് -116/10 എന്നുള്ളത് അതിൻ്റെ ഒരു സൊല്യൂഷനാണ്, ഒരു റൂട്ടാണ്. ഇത് നിങ്ങൾ നോക്കിയേ, ഇതെന്താണ്? ഒരു ഇമാജിനറി സൊല്യൂഷൻ ആണ്. ഇവിടെയുള്ള കോഎഫിഷ്യൻസ് എല്ലാം റിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ പ്ലസ് വരുന്ന ഒരു കേസ് ഉണ്ടെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന മൈനസ് ഉള്ള കേസും അവിടെ തന്നെ ഉണ്ടാവണം. ഇൻ കേസ് ഈ റൂട്ട് അല്ല ഇവിടെ കോമൺ ആയിട്ടുള്ളത്, ഈ റൂട്ടാണ് അവിടെ കോമൺ ആയിട്ടുള്ളത് വിചാരിക്കുക, അപ്പോൾ ഈ വാല്യൂ അവിടെ ഉണ്ടാവും കോമൺ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ഉള്ള വാല്യൂ വരുന്നുണ്ടെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലസ് ഉള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ അനദർ റൂട്ട്. ായോ? അപ്പോൾ ഇത് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് ഐഡിയ മനസ്സിലാവും. അല്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ചും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഇതിൻ്റെ ഐ എന്ന് പറയുന്ന നമ്മുടെ അയോട്ടയുടെ ആ ഒരു ഫോർമാറ്റിലോട്ട് എഴുതുന്നില്ല, കാരണം മേ ബി ഈ ഒരു ക്ലാസ് ഹൈസ്കൂൾ സ്റ്റുഡൻസും കാണുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു +1 +2 ടോപ്പിക്സിലോട്ട് അധികം കയറാതെ ഒരു ഹൈസ്കൂൾ +1 ആ ഒരു മിഡിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ശരിക്കും +1 ടോപ്പിക്സിൻ്റെ ഐഡിയയും വേണം, ഹൈസ്കൂൾ ഐഡിയയും വേണം, രണ്ടും വേണം, എന്നാലും ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ അത് ഹൈസ്കൂൾ ഉള്ളവർക്ക് +1ൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു പ്യുവർ ലോജിക്കാണ്, ഇത് വേറെ ഒന്നും എക്സ്ട്രാ ഇല്ല. ഈ പ്ലസ് ഓർ മൈനസിൻ്റെ കളി മാത്രമാണുള്ളത്. എന്ന് വെച്ചാൽ ഇയാൾ ഇമാജിനറി റൂട്ട്സ് വരുന്ന കേസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവർ 1 റൂട്ടേ കോമൺ ഉള്ളൂ എന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബോത്ത് റൂട്ട്സ് കോമൺ ആയിരിക്കും. ബോത്ത് റൂട്ട്സ് കോമൺ ആണെങ്കിലുള്ള കണ്ടീഷൻ നേരത്തെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. a1/a2 = b1/b2 = c1/c2 ആയിരിക്കും ഇഫ് ബോത്ത് റൂട്ട്സ് ആർ കോമൺ. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, a1/a2 = b1/b2 = c1/c2 സം നമ്പർ. ഓക്കെ, ഞാൻ ആ റേഷ്യോസിന് എന്തെങ്കിലും ഒരു നമ്പറിലോട്ട് ഇക്വേറ്റ് ചെയ്യാമല്ലോ, അങ്ങനെ എല്ലാവരും ഈക്വൽ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? 5x² + 12x + 13. അടുത്ത ആൾ എന്തായിരുന്നു? a² + bx + c. ഓക്കെ, അപ്പോൾ ഇവിടെ a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, b1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്, c1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ് അല്ലേ? ഇനി a2 എന്ന് പറഞ്ഞാൽ a ആണ്, b2 എന്ന് പറഞ്ഞാൽ b ആണ്, c2 എന്ന് പറഞ്ഞാൽ c ആണ് = k. ഇനി ഞാൻ ഓരോരുത്തരും എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 5/a = k, 12/b = k, 13/c = k. എല്ലാവരും കേക്ക് ഈക്വൽ ആണല്ലോ. ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകണം എല്ലാവരെയും. നമുക്ക് 5 = എന്ത് വരും? എക്ക്. 12 = എന്ത് വരും? ബിക്ക്. 13 = എന്ത് വരും? സിക്ക്. ഓക്കെ, ഇനി
അല്ലെങ്കിൽ തിരിച്ചും പറയാം കേട്ടോ, അല്ലെങ്കിൽ കെനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും പറയാം, അത് കുഴപ്പമില്ല. തീനെ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ പറയാം. എനിക്ക് A:B:C എടുക്കണം, നമ്മൾ റേഷ്യോ. A:B:C എടുക്കുക എങ്ങനെയാണ്? പല രീതിയിൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാ കേസിലും നമ്മൾ ഈ ഒരു രീതിയിൽ കൊടുത്തില്ലേ. അപ്പോൾ A:B:C എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് പേരെ ഇത് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവരെ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ രണ്ട് ഇക്വേഷൻസ് ഓക്കെ, എന്ന് സംഭവിക്കുക A/B ഓക്കെ, അല്ലെങ്കിൽ 5/12 = AK/BK. KK കട്ട് പോവും. അപ്പോൾ എന്താ വരിക? A:B = 5:12 എന്ന് കിട്ടും. ഓക്കെ. സിമിലർലി നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ ഇവർ രണ്ടുപേരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം വിചാരിക്കുക. ഇങ്ങനത്തെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഇതിനൊന്നും ആവശ്യമില്ല. KK കട്ടായി പോവും. ബാക്കി ആരുണ്ടാവുക? B:C = 12:13 ആണ്. ഇനി ഇവർ രണ്ടുപേരെ എടുക്കുകയാണെങ്കിലോ, ഇവർ രണ്ടുപേരെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5/13 = AK/CK. KK കട്ടായി പോവും. A:C = 5:13. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും. A:B:C = ഇവിടെ കാരണം A5 ആണ് ഇവിടെയും 5 ആണ്. അപ്പോൾ ഇവിടെ B12ഉം C13 എന്നുള്ളത് എല്ലാവരും കമ്പൈൻ ചെയ്യാൻ പറ്റും, കാരണം ഒരേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ A:B:C എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും? 5:12:13 ആയിട്ട് മാറും. ഓക്കെ. 5:12:13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. 5, 12, 13 എന്നുള്ളത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 5, 12, 13 മൾട്ടിപ്പിൾസ് ആയിട്ട് ഇനി ഏത് വാല്യൂസ് വന്നാലും, അതുകൊണ്ട് നമ്മൾ K എന്നുള്ളൊരു ഫാക്ടറോടെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറായിട്ട് കൊടുത്തത്. ഇവർ ആര് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5, 12, 13 എന്ന് പറയുന്ന പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വരുന്നതുകൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആണ്. ഓരോ സൈഡ്സ്, ഇത് A, ഇത് B, ഇത് C. കാരണം C ആണ് ഗ്രേറ്റർ സൈഡ്. C ആണ് 13 എന്ന് പറയുന്ന റേഷ്യോയിലോട്ട് വരുന്നത്. B ആണ് എന്ത് വരുന്നത്? 12 വരുന്നത്. A ആണ് 5 വരുന്നത്. അപ്പോൾ ഈ ഗ്രേറ്റർ സൈഡ് എന്ന് പറഞ്ഞാൽ C ആണ്, ഹൈപ്പർന്യൂസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ C ആണ് ചോദിച്ചത് അല്ലേ? ഫൈൻഡ് ആംഗിൾ C. അപ്പോൾ നമ്മൾ A എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിനെയാണ് ക്യാപിറ്റൽ E എന്നുള്ള ആംഗിൾ കൊടുക്കുക. Bയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ക്യാപിറ്റൽ B കൊടുക്കുക. Cയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ക്യാപിറ്റൽ C കൊടുക്കുക. ആംഗിൾസ് അങ്ങനെയാണ് നമ്മൾ നെയിമിങ് യൂഷ്വലി കൊടുക്കാറുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ C എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ C = 90°. ആംഗിൾ C = 90°. ഇതാണ് ഇവിടുത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലിയർ അല്ലേ? സെറ്റ്. യെസ്. നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്നുള്ളതാണ്. മാക്സിമം ആൻഡ് മിനിമം. ഇപ്പോൾ +1, +2 പഠിക്കുന്നവരാണെങ്കിൽ അവിടെ ഓൾറെഡി മാക്സിമം ആൻഡ് മിനിമം എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൈസ്കൂളിലവരാണെങ്കിലും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്താണെന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ AX² + BX + C = 0 എന്നുള്ള ഒരു ഫോർമാറ്റ്. അതിൽ ആ ഒരു AX² + BX + C എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ആക്ച്വലി എക്സ്പ്രഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം =0 ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി? ഒരു ഇക്വേഷനായിട്ട് മാറി. അപ്പോൾ ആ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു എക്സ്പ്രഷൻ മാത്രം എഴുതി കഴിഞ്ഞാൽ അത് ഇതായിട്ട് മാറും. ഓക്കെ. ഇനി ഈ ഒരു എക്സ്പ്രഷൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിവിടെ =0 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന =0 കിട്ടുന്ന രീതിയിലുള്ള എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോഴാണ് ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്, റൂട്ട്സ് എന്നൊക്കെ പറയാറുള്ളത്. പക്ഷേ ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ മാത്രം ഉള്ളെങ്കിൽ മേ ബി നമുക്ക് ഇയാളെ y = എന്ന് പറഞ്ഞ് വിളിക്കാം. ഓക്കെ. ഒരു പോളിനോമിയലൊക്കെ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ലേ? f(x), p(x) എന്നൊക്കെ പറഞ്ഞ് പോളിനോമിയലൊക്കെ ആക്കുന്ന പോലെ ജസ്റ്റ് y അല്ലെങ്കിൽ f(x) എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. y = AX² + BX + C എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ A, B, C എന്നുള്ളത് ഓരോ കോൺസ്റ്റന്റ് ടേംസ് ആണ്. അതിനെന്തെങ്കിലും വാല്യൂസ്, ഒരു നോർമൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എക്സിന് എന്ത് വാല്യൂ ആണോ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടോട്ടൽ എക്സ്പ്രഷൻ ഒരു വാല്യൂ കിട്ടും അല്ലേ? അഥവാ വൈക്ക് ഒരു വാല്യൂ കിട്ടും. അങ്ങനെ എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലുണ്ടാവുന്ന മാക്സിമം ആൻഡ് മിനിമം വാല്യൂ, അതായത് ഈ വൈക്ക് കിട്ടുന്ന ഈ ടോട്ടൽ എക്സ്പ്രഷന് പല എക്സുകൾ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ ആണ് മാക്സിമം വാല്യൂ, ഏറ്റവും മിനിമം വാല്യൂ ആണ്, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആണ് മിനിമം വാല്യൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഒരു മാക്സിമം ആൻഡ് മിനിമം എന്നുള്ള കോൺസെപ്റ്റ് വരാൻ കാര്യം വളരെ സിമ്പിളാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഒക്കെ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പരാബോളിക് ഷേപ്പാണ്. പരാബോളിക് ഷേപ്പ് മീൻസ്, ഞാൻ ജസ്റ്റ് അതൊന്ന് ക്വിക്കായിട്ട് കൊടുക്കാം. ഞാൻ 2 കേസ് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള റാൻഡമായിട്ട് 2 കേസ് കാണിക്കാം. ഓക്കെ. പല രീതിയിൽ വരാം. റാൻഡമായിട്ട് 2 കേസ്. ഇപ്പോൾ ഇതാ ഒരു കേസ് ഞാൻ കൊടുത്തു. ഓക്കെ. മറ്റൊന്ന് ഇങ്ങനെ. എന്താ രണ്ടും നമ്മളെ സ്പെഷ്യാലിറ്റി? ഒന്ന് അപ്വേർഡ് ആണ് അല്ലേ? അപ്വേർഡ് ഓപ്പൺ ആണ്, മറ്റേ ഡൗൺവേർഡിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം, ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്.
അല്ലേ? ഇപ്പോൾ ഇതിലുള്ള ഗ്രാഫിലുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എക്സ് ഉണ്ടാവും, കറസ്പോണ്ടിങ് വൈ ഉണ്ടാവും. അടുത്തൊരു പോയിന്റ് എടുത്താൽ എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ വൈക്ക് ഏറ്റവും മിനിമം വാല്യൂ വരുന്നത്, ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരുന്നത് എവിടെ? നിങ്ങൾ നോക്കിയാൽ ഈ താഴത്തെ ഈ പോയിന്റ് അല്ലേ? ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള വൈയുടെ വാല്യൂ പറഞ്ഞാൽ ഇവിടെ വരിക. വേറെ ഏത് പോയിന്റ് എടുത്താലും, ഇപ്പോൾ ഈ പോയിന്റ് എടുത്താൽ വൈ ഇതിനേക്കാൾ കൂടുതലാണ് വരിക. ഈ പോയിന്റ് എടുത്താൽ വൈ അതിനേക്കാൾ കൂടുതലാണ്, ഇതെടുത്താൽ അതിനേക്കാൾ കൂടുതലാണ്. വേറെ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും വൈയുടെ വാല്യൂ കൂടി കൂടി വരിക ചെയ്യാം. അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം വാല്യൂ, ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ ആണ്, നമുക്കറിയാലോ. വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ വൈയുടെ മിനിമം വാല്യൂ വരുന്നത് ഏറ്റവും ലോവസ്റ്റ് പോർഷനിലായിരിക്കും. ക്ലിയർ അല്ലേ? ഏറ്റവും ലോവസ്റ്റ് പോർഷൻ ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള വാല്യൂ ആയിരിക്കും ഏറ്റവും മിനിമം വാല്യൂ. ആ മിനിമം വാല്യൂ കിട്ടാൻ ഏത് വാല്യൂ ആണോ എക്സിന് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലേ? വൈക്ക് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ എക്സിന് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കണം. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട എക്സിന്റെ വാല്യൂ ആയിരിക്കും ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ ഒരു എക്സിന്റെ വാല്യൂ. ഓക്കെ, ഈ ഒരു വാല്യൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ, ഇപ്പോൾ ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന പരാബോളിക് ഷേപ്പ് ഉണ്ടാവും. ആ ഷേപ്പ് പല പൊസിഷനിലായിരിക്കും വരിക. ഞാൻ ജസ്റ്റ് ഒരു റാൻഡം എക്സാമ്പിൾ കാണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ കിട്ടണമെങ്കിൽ ആ മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു എക്സിൻ്റെ വാല്യൂ ഉണ്ടായിരിക്കും. സിമിലർലി ഇത് ഡൗൺവേർഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് സംഭവിക്കുക, ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം വാല്യൂ അല്ലേ? കാരണം ഇതിൻ്റെ താഴോട്ട് ഈ പോയിന്റ് നോക്കി നിങ്ങൾ, അതിന് കറസ്പോണ്ടിങ് വൈ ഇതിനേക്കാൾ കുറവാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞു. ഇങ്ങനെ വേറെ ഏത് പോയിന്റ് നോക്കുകയാണെങ്കിലും താഴോട്ട് വരുന്നതുകൊണ്ട് വൈയുടെ വാല്യൂസ് കുറഞ്ഞാൽ വരിക. അപ്പോൾ ഇവിടെ വൈക്ക് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ടോപ്പിൽ വരുന്ന സമയത്താണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുകൂടി ഉണ്ടാവും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സിൻ്റെ വാല്യൂ കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ വാല്യൂ മാക്സിമം ആവുന്ന പോയിന്റ് ഇവിടെയാണ്. അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ആ മാക്സിമം വാല്യൂ കിട്ടാനായിട്ട്, വൈയുടെ വാല്യൂ കിട്ടാനായിട്ട് ഇട്ട് കൊടുക്കേണ്ട എക്സിൻ്റെ വാല്യൂ ഇതിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ മാക്സിമം ആൻഡ് മിനിമം എന്ന് പറയുന്നതിൻ്റെ ഒരു ജോമെട്രിക്കൽ മീനിങ്, ഗ്രാഫ് വെച്ചിട്ടുള്ള മീനിങ്. സിമ്പിളാണ്, ലോജിക്കലി മനസ്സിലാക്കാൻ പറ്റും. എനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫ് നിങ്ങൾ റിയൽ ആയിട്ടുള്ള ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനും ഈ രീതിയിൽ, അപ്പോൾ അത് കോംപ്ലക്സ് നമ്പേഴ്സിലൊക്കെ വരുന്ന സമയത്ത് പിന്നെയും വീണ്ടും നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള കേസ് എടുക്കാം. ഒരു 10th ലെവലിലൊക്കെ ഓൾറെഡി ഇത് CBSE അല്ലെങ്കിൽ NCERT ബുക്സിൽ ഇത് ഓൾറെഡി പറയുന്നുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന റിയൽ നമ്പേഴ്സ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന കേസുകളാണ്. അങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ്വേർഡ് ആയിട്ടും ഡൗൺവേർഡ് ആയിട്ടും ഉള്ള പരാബോളിക് ഷേപ്പുകളാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കേസിൽ വരിക, ഗ്രാഫായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായാലോ എന്താണ് മാക്സിമം ആൻഡ് മിനിമം എന്നുള്ളത്. ഇനി റേഞ്ച് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എന്താണ് റേഞ്ച് എന്നുള്ളത്? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ എക്സിന് പല പല വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂസ് കിട്ടും, അല്ലേ? എക്സിന് ഒരു 1 ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് വൈ കിട്ടും, എക്സിന് 2 ഇട്ട് കൊടുത്താൽ കറസ്പോണ്ടിങ് വൈ കിട്ടും. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വാല്യൂസിൻ്റെ സെറ്റിനെയാണ് ആക്ച്വലി റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ അത്രയേ ഉള്ളൂ. ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വാല്യൂസിൻ്റെ സെറ്റിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെറ്റ് a² + bx + c = 0 ബി എ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ. അപ്പോൾ ഈക്വൽ ടു 0 വേണം നിർബന്ധമില്ല, ഇല്ലെങ്കിലും അതിനെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയാം. ഈക്വൽ ടു 0 ഉണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറും, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് a is equal to 0, quadratic expression has least value at x is equal to -b/2a. This least value is given by 4ac - b² by 4a is equal to -d/4a. എന്തൊക്കെയാണ് പറയുന്നത്? a> 0 ആണെങ്കിൽ ഉള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് അപ്വേർഡ് ആയിട്ട് ഇങ്ങനെ പോകുന്ന പരാബോളിക് ഷേപ്പുകളായിരിക്കും. ഓക്കെ, ഇങ്ങനെ എവിടെ വേണമെങ്കിലും വരാം, ഇങ്ങനെയുള്ള ഷേപ്പ് ആയിരിക്കും. അങ്ങനെയുള്ള ഷേപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? അതിൻ്റെ ലീസ്റ്റ് വാല്യൂ ആണ് പറയാൻ പറ്റുക. കാരണം ഇതിൻ്റെ മാക്സിമം വാല്യൂ ഇവിടെ എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ലീസ്റ്റ് വാല്യൂ സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുക ലീസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ ലീസ്റ്റ് വാല്യൂ എവിടെയായിരിക്കും വരിക എന്ന് പറഞ്ഞത് എക്സിന് -b/2 ഇട്ട് കൊടുക്കുമ്പോഴാണ്. ദാറ്റ് മീൻസ് ഈ വാല്യൂ എന്തായിരിക്കും? -b/2a. അതായത് ആ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിൽ -b/2a എന്ന് പറയുന്ന ബിയും എ ഒക്കെ എന്താണ് കോഎഫിഷ്യൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. -b/2a എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം വാല്യൂ, ലീസ്റ്റ് വാല്യൂ എന്ത് ചെയ്യും? അവിടെ കിട്ടും. ആ ലീസ്റ്റ് വാല്യൂ എന്തായിരിക്കും? അത് 4ac - b² by 4a ആയിരിക്കും. ആ ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വൈയുടെ വാല്യൂ 4ac - b² by 4a ഇതായിരിക്കും വാല്യൂ. അതായത് മിനിമം വാല്യൂ ഇതായിരിക്കും. അത് എപ്പോഴായിരിക്കും ആ വാല്യൂ കിട്ടുക? -b/2a ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും. ഇനി ആ ഒരു വാല്യൂവിനെ -d/4a എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. എന്താ സംഭവം? ഡിസ്ക്രിമിനൻറ്റ്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? b² - 4ac ആണ്. നമ്മൾ മുന്നേ ക്യാപിറ്റൽ ഡി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ -d എന്തായിരിക്കും? 4ac - b², രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് ഈ 4ac - b² പകരം -d എന്ന് കൊടുത്തതേ ഉള്ളൂ, -d/4a.
സിമിലർലി ഇഫ് എ ലെസ് ദാൻ 0 ആണെങ്കിൽ, അതായത് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ, ഇവിടെ പോസിറ്റീവ് നമ്പർ ആവുന്ന കേസ് പറഞ്ഞു, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഹാസ് ഗ്രേറ്റസ്റ്റ് വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ 2a. ദിസ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ഇസ് ഗിവൺ ബൈ 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a ഓർ മൈനസ് ഡി ബൈ 4a. സെയിം ഐഡിയ, ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്താണ്, എ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് ഡൗൺവേർഡ് ആയിരിക്കും പോവുക. ഡൗൺവേർഡ് ആവുന്ന സമയത്ത് നമുക്ക് മാക്സിമം വാല്യൂ പറയാൻ പറ്റും, മിനിമം വാല്യൂ എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ത്, ഇതിങ്ങനെ ഇനി പോകുന്നുണ്ട്, ഇതിങ്ങനെ എക്സ്റ്റെൻഡ്, ഇതൊക്കെ എന്ത് ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റിയ മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ എവിടെയാണ് വരിക, ഇവിടെയാണ് വരിക. അത് മാക്സിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ എന്ത് തന്നെയാണ്, മൈനസ് ബി ബൈ 4a തന്നെയാണ്. സോറി, മൈനസ് ബി ബൈ 2a. ഓക്കെ, മൈനസ് ബി ബൈ 2a ആണ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ വരിക. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വൈയുടെ വാല്യൂ എന്തായിരിക്കും, സെയിം 4ac മൈനസ് ബി സ്ക്വയർ ബൈ 4a ആയിരിക്കും കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ. ഇതാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ മീനിങ്ങും അതുപോലെ തന്നെ ഇതിലുള്ളത്. നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. റെഡി അല്ലേ? അപ്പോൾ എന്താണ് മാക്സിമം, എന്താണ് മിനിമം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഗ്രാഫുകളുടെ കേസിലൊക്കെ ഇതുപോലുള്ള മാക്സിമം മിനിമം കേസുകളൊക്കെ പ്ലസ് 1 പ്ലസ് 2 ഒന്നുകൂടി അഡ്വാൻസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം മനസ്സിലാക്കാൻ ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. റേഞ്ച് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പം മാക്സിമം മിനിമം അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഗ്രാഫിക്കലി ആണെങ്കിലും ഈ ഒരു ഐഡിയ കിട്ടും. റെഡി? അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇനീക്വാളിറ്റീസിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്നും കൂടെ ഞാൻ ഇവിടെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനീക്വാളിറ്റീസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. റെഡി? ഇനി ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നുണ്ട്, ഇഫ് എക്സ് ബി റിയൽ ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് എക്സ് പ്ലസ് 2 ബൈ 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 6. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ്റെ മാക്സിമം വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, y is equal to x plus 2 ഡിവൈഡഡ് ബൈ 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 6 എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം അല്ലേ? ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു പ്രോപ്പർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലാക്കാൻ ട്രൈ ചെയ്യാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇവിടെ ബൈ 1 ഉണ്ടാവും, ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2yx സ്ക്വയർ പ്ലസ് 3yx പ്ലസ് 6y ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്ന് വരും. ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 2yx സ്ക്വയർ പ്ലസ് 3yx, ആ എക്സിനെ ഇങ്ങോട്ട് കൊടുത്താൽ മൈനസ് എക്സ് പ്ലസ് 6y, 2നെ ഇങ്ങോട്ട് കൊടുത്താൽ മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുകയാണ് 2y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക 3y മൈനസ് 1 ആണ് ഇൻറ്റു എക്സ് പ്ലസ് 6y മൈനസ് 2. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയില്ലേ, എക്സിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ 2y, എക്സിൻ്റെ കോഫിഷ്യൻ 3y മൈനസ് 1, കോൺസ്റ്റന്റ് ടേം 6y മൈനസ് 2. ഇത് നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, എക്സ് റിയൽ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇയാളുടെ സൊല്യൂഷൻ കാണുന്ന സമയത്ത്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് എക്സിൻ്റെ വാല്യൂ. ആ എക്സിൻ്റെ വാല്യൂ റിയൽ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, ഇവിടുത്തെ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറയാൻ കാരണം, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ വാല്യൂസ് കിട്ടും എക്സിന്. ഈക്വൽ ടു 0 ആണെങ്കിലോ ഒരു വാല്യൂ കിട്ടും. അല്ല, രണ്ടും ഈക്വൽ ആയിരിക്കും, സോ ഒരു വാല്യൂ ആയിരിക്കും അവിടെ വരിക. രണ്ടും റിയൽ അല്ലേ? റിയൽ അല്ലാത്ത കേസ് എപ്പോഴും മാത്രം ലെസ് ദാൻ 0 വരുമ്പോഴാണ്. ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ആ ലെസ് ദാൻ 0 അല്ലാത്ത ബാക്കി രണ്ട് കേസും ഗ്രേറ്റർ ദാൻ 0യും ഈക്വൽ ടു 0യും എടുക്കണം. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അവിടെ കൺസിഡർ ചെയ്ത്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac എന്നുള്ളതിൽ ബി ഇവിടെ എന്താണ്, 3y മൈനസ് 1 ഓർ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y ആണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6y മൈനസ് 2 ആണ്, ഇസ് ഈക്വൽ ടു 0 ആണ്. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 3y മൈനസ് 1 ഓൾ സ്ക്വയർ ഞാൻ y സ്ക്വയർ മൈനസ് 6y പ്ലസ് 1 മൈനസ് 8y ഇൻറ്റു 6y മൈനസ് 2 ആണ്. അപ്പോൾ 8y ഇൻറ്റു 6y മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്ന് കോമൺ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യാം, ഇങ്ങനെ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ കാൽക്കുലേഷൻ കുറക്കണമെങ്കിൽ കോമൺ എടുത്ത് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ 3y മൈനസ് 1 ഓൾ സ്ക്വയർ മൈനസ് ഇവിടെ 8y ആണ് ഇൻറ്റു 6y മൈനസ് 2 എന്നൊരു 2നെ കോമൺ എടുക്കാം. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക, 3y മൈനസ് 1 എന്നായിട്ട് മാറും. ആ 3y മൈനസ് 1 രണ്ട് സ്ഥലത്തും കോമൺ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് 3y മൈനസ് 1നെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക ഫസ്റ്റ് ടേമിൽ നിന്ന് ഒരു 3y മൈനസ് 1 ഉണ്ടാവും. പിന്നെന്താ ഉണ്ടാവുക, അടുത്ത ടേമിൽ ആരുണ്ടാവുക, മൈനസ് 8y ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 16y ഉണ്ടാവും, ഇസ് ഈക്വൽ ടു 0. സോ 3y മൈനസ് 1 ഇൻറ്റു ഇവിടെ എന്താ സംഭവിക്കുക, 3y മൈനസ് 16y എന്ത് വരും, മൈനസ് 13y എന്ന് വരും അല്ലേ, മൈനസ് 13y എന്ന് വരും.
അപ്പോൾ എന്ത് സംഭവിക്കുക? 3y മൈനസ് 1 മൈനസ് 16y മൈനസ് 13y മൈനസ് 1 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഈക്വൽ 0 അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോറി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റെഡി അല്ലേ? യെസ്. ഇനി ഞാൻ ഒരു മൈനസിനെ പുറത്തോട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് 3y മൈനസ് 1 ഉണ്ട്, മൈനസ് 13y മൈനസ് 1 എന്ന് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 13y പ്ലസ് 1 എന്നാക്കിയിട്ട് ഒരു മൈനസിനെ പുറത്തോട്ട് എടുക്കാം അല്ലേ? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇനി ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡിൽ ഓരോ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇനീക്വാളിറ്റിനെ റിവേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഫസ്റ്റ് സൈഡിൽ ഞാൻ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് മാറും. ഈ നെഗറ്റീവ് എങ്ങനെ വന്നത്? ഈ മൈനസ് 13y നെഗറ്റീവും മൈനസ് 1 നെഗറ്റീവും രണ്ടും കൂടെ പുറത്തെടുത്തതാണ് ഞാൻ ഈ മൈനസ് ആക്കി പുറത്തെടുത്തത്. ബാക്കി എന്തുണ്ട്? രണ്ട് പോസിറ്റീവായ ആൾക്കാർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആ മൈനസ് 1 പൊയ്ക്കോളൂ, അത് പോസിറ്റീവായിട്ട് മാറും. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? 13y പ്ലസ് 1 ഉണ്ടാവുള്ളൂ. ഇപ്പുറത്ത് 0നെ മൈനസ് 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ്. പക്ഷേ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് മാറിയിട്ട് എന്തായിട്ട് മാറും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 3y മൈനസ് 1 0 ആവണമെങ്കിൽ 3y മൈനസ് 1 0 ആവണമെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഒരു 1/3 അല്ലേ? 13y പ്ലസ് 1 0 ആവണമെന്നുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ എന്താ വരിക? മൈനസ് 1/3. സോറി, മൈനസ് 1/13. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. 1 അങ്ങോട്ട് പോയാൽ മൈനസ് 1 ഡിവൈഡ് ബൈ 13 വരും. മൈനസ് 1 അങ്ങോട്ട് പോയാൽ 1 ഡിവൈഡ് ബൈ 3 1/3 വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? 3y മൈനസ് 1 ഇൻറ്റു 13y പ്ലസ് 1 ലെസ് ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് 1/3ക്കും സോറി മൈനസ് 1/13നും 1/3ക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. മൈനസ് 1/13നും 1/3ക്കും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും വൈയുടെ വാല്യൂ. കാരണം അതിനാണ് ഞാൻ നേരത്തെ ഇനീക്വാളിറ്റീസിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടത്. ഓക്കെ, ഇനീക്വാളിറ്റീസിൻ്റെ ഈ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് നേരത്തെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമിലർ ഈ ഇനീക്വാളിറ്റീസിൻ്റെ ഇതേ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഉള്ളിടത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് മതിയുള്ളൂ. ഓക്കെ, ഇതേ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പറയാൻ പറ്റും. സെയിം നേരത്തെ കണ്ട സെയിം കാര്യം തന്നെ. മൈനസ് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 എന്നുള്ള രീതിയിൽ, കാരണം ഈ ഒരു എക്സ്പ്രഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ മാറ്റാൻ പറ്റും. ഇനി ഇത് നേരത്തെ കണ്ടത് പോലെ ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് ഇവിടെ എക്സ് മാത്രമാണ് പിന്നെ ഒരു നമ്പർ, ഇവിടെ എക്സ് മാത്രം ഇവിടെ ഒരു നമ്പർ, അങ്ങനെ ആകുമ്പോഴല്ലേ ഈ എക്സിൻ്റെ ഒരു ആ റേഞ്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ വൈയുടെ കൂടെ ഒരാൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഒരാൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എന്നാലും റീഅറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. സിംപിളി റീഅറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു സൈഡിൽ ഈ ഒരു ടേമിനെ 3 വെച്ചും ഡിവൈഡ് ചെയ്തു, ഇവിടെയും 3 വെച്ച് ഡിവൈഡ് ചെയ്തു, ഇവിടെ 13 വെച്ച് ഡിവൈഡ് ചെയ്തു, ഇവിടെയും 13 വെച്ച് ഡിവൈഡ് ചെയ്തു. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ y ഉള്ളതിൽ 3 ക്യാൻസൽ ആയി പോകും, ഇവിടെ 1/3 ആയിട്ട് മാറും. ഈ 13 13 പോകും, ഇവിടെ 1/13 ആയിട്ട് മാറും. സോ സെയിം പാറ്റേൺ നേരത്തെ കണ്ടതുപോലെ തന്നെ മാറ്റാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ചെയ്തത്. അത്രയും വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മൈനസ് 1/3 ലെസ് ദാൻ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു 1/3 ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് മാക്സിമം വാല്യൂ ആണ് ചോദിച്ചത്, വൈയുടെ മാക്സിമം വാല്യൂ. വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ വൈ എന്ന് വിളിച്ചത്. ഈ ഒരു എക്സ്പ്രഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ വൈയുടെ മാക്സിമം വാല്യൂ തന്നെയാണ്. കാരണം എന്താ? വൈയും എക്സ്പ്രഷൻ സെയിം ആണ്. വൈയുടെ മാക്സിമം വാല്യൂ എന്താ വരിക? 1/3 ആണ്. സോ മാക്സിമം വാല്യൂ എന്താ വരിക? 1/3. ഇതാണ് ഐഡിയ. ക്ലിയർ അല്ലേ? ആരെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? എല്ലാം പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വിചാരിക്കുന്നു. ഈ ഇനീക്വാളിറ്റീസ് ജസ്റ്റ് ഒന്ന് അറിയണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനീക്വാളിറ്റീസ് അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇനി ആർക്കെങ്കിലും ഇത് വന്നത് എങ്ങനെയാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ക്വിക്കായിട്ടൊന്ന് പറയാം. ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. 3y മൈനസ് 1 ഇൻറ്റു 13y പ്ലസ് 1 വേണമെങ്കിൽ 13y മൈനസ് 1 എന്ന് പറയാമല്ലോ അല്ലേ? മൈനസ് 1 എന്ന് പറഞ്ഞാൽ പ്ലസ് 1 തന്നെ. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടേമിന് 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇയാളെ 13 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 13 വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരാൻ കാരണം ഡിവിഷൻ തന്നെ, രണ്ടും ഡിവിഷൻ ആയതുകൊണ്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കും 3y/3 y ആയിട്ട് മാറും, മൈനസ് 1/3 1/3 ആയിട്ട് മാറും, ഇൻറ്റു ഇവിടെ എന്ത് വരും? 13y അല്ലേ? അപ്പോൾ 13y/13 y ആയിട്ട് മാറും, മൈനസ് 1/3 ആയിട്ട് മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 തന്നെയാണ്. അയാൾക്ക് 0ൻ്റെ അവിടെ എന്ത് ഓപ്പറേഷൻ ചെയ്താലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി ഞാൻ ഒന്ന് വേണമെങ്കിൽ ഒന്ന് തിരിച്ചെഴുതാം. y മൈനസ് 1/3 ഇൻറ്റു 1/3 അല്ല 13 സോറി y മൈനസ് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ പോലെ ആയില്ലേ?
എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ലെസ് ദാൻ 0, എ ലെസ് ദാൻ ബി. നോക്കി നിങ്ങൾ വൈ മൈനസ് -1/3, വൈ മൈനസ് 1/3. ഇവിടെയുള്ള എ എന്ന് പറഞ്ഞാൽ -1/3 ആണ്, ബി എന്ന് പറഞ്ഞാൽ -1/13 ആണ്. 13ഉം 3ഉം അങ്ങോട്ട് മാറിപ്പോകുന്നതാണ്. -1/3 ആണ് ഇവിടെ എ, ബി എന്ന് പറഞ്ഞാൽ 1/3 ആണ്. സോ ഇയാൾ എന്താണ്, എ എന്ന് പറയുന്ന ആൾ ബിയേക്കാളും സ്മോളർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ -1/13 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. സോ ദിസ് ഇസ് ദ ഐഡിയ. അത് ഇത്രയും ഇലാബറേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻഇക്വാളിറ്റീസിലോട്ട് മാറ്റാനുള്ള ഐഡിയ വേണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിയാസ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സോ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് y is equal to x square minus 2x minus 3 then find the range of y when ഫസ്റ്റ് കേസ് x belongs to R, സെക്കൻഡ് കേസ് x belongs to 0,3, then x belongs to -2,0. അതായത് ഈ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ എക്സിൻ്റെ വാല്യൂ, അതിൽ എക്സിൻ്റെ വാല്യൂ ഇതിലുള്ള ഓരോ കേസിലും വരുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്തൊക്കെ വരുന്നു അതാണ് റേഞ്ച്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് y is equal to ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. y is equal to x square minus 2x minus 3 ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നിങ്ങൾ നോക്കിയേ, എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? എ 1 ആണ് ഇവിടെ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആണ്, പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ മിനിമം വാല്യൂ എത്രയാണെന്നുള്ളതും ആ മിനിമം വാല്യൂ എക്സിന് ഏത് വാല്യൂ ആകുമ്പോഴാണ് വരുന്നത് എന്നുള്ളതും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൻ്റെ മിനിമം വാല്യൂ എവിടെയായിരിക്കും വരിക? മിനിമം വാല്യൂ എപ്പോഴായിരിക്കും വരിക? എക്സ് ഇസ് ഈക്വൽ ടു -b/2a ആകുമ്പോഴാണ്. നമ്മൾ മുന്നേ ഓൾറെഡി തിയറി കണ്ടതല്ലേ, മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? യെസ്, ഇവിടെ ഡിസ്കസ് -b/2a വരുമ്പോഴാണ് മിനിമം വാല്യൂ വരിക. ആ മിനിമം വാല്യൂ 4ac - b²/4a ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടുത്തെ കേസിൽ എന്താ വരിക? -b -2/2a 2 × 1 അപ്പോൾ എന്ത് വരും? 2/2 ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോഴാണ് അതിൻ്റെ മിനിമം വാല്യൂ വരിക. ആ മിനിമം വാല്യൂ എത്രയായിരിക്കും? ആ 1 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന മിനിമം വാല്യൂ 4ac - b²/4a ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 4 × 1 × -3 മൈനസ് b² എന്ന് പറഞ്ഞാൽ -2/4a 4 × 1 ദാറ്റ്സ് ഈക്വൽ ടു -12 -4/4 ഇസ് ഈക്വൽ ടു -16/4 -4 എന്ന് വരും. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്കലി നേരത്തെ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഗ്രാഫിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് റഫായിട്ട് അതിൻ്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, യെസ്, ജസ്റ്റ് റഫായിട്ട് കറക്റ്റ് വാല്യൂസ് വെച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് റഫായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്താ കാര്യം? ഇത് അപ്വേർഡ് ആയിരിക്കും. കാരണം എന്താ? എ എന്ന് പറയുന്ന ആൾ ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫസ്റ്റ് എക്സിൻ്റെ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം വാല്യൂ എത്രയായിരിക്കും വരിക? അത് -4 ആയിരിക്കും. ഏറ്റവും മിനിമം വാല്യൂ വരുന്നത് -4 ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ അത് 1 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1,-4 ആണ്. 1,-4 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ മനസ്സിലായത്? നമ്മൾ ജസ്റ്റ് ആ ഒരു മിനിമം വാല്യൂ കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. കാരണം ഇത് എ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് മിനിമം വാല്യൂ കാണുക. ഇനി നമുക്ക് ഓരോരോ കേസ് നോക്കാം. ഫസ്റ്റ് കേസ് എക്സ് ബിലോങ്സ് ടു ആർ ആണ്, അതായത് എനി റിയൽ നമ്പർ ഇട്ട് കൊടുക്കുന്ന കേസാണ് പറയുന്നത്. ഓക്കെ, എക്സ് ബിലോങ്സ് ടു ആർ, എനി റിയൽ നമ്പർ. നിങ്ങൾ നോക്കിയേ, ഇതിനകത്ത് റിയൽ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഈ എക്സ് ആക്സിൽ വരുന്ന ഏത് വാല്യൂ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും കിട്ടാൻ പോകുന്ന മിനിമം വാല്യൂ ഇതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള എക്സിന് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കറസ്പോണ്ടിങ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഇവിടെയുള്ള ഒരു എക്സിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വൈ ഇവിടെ ആയിരിക്കും. ഇവിടെയുള്ള എക്സിൻ്റെ വാല്യൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വൈ ആയിരിക്കും. സോ ദാറ്റ് മീൻസ് ഇവിടെ മുതൽ -4ൻ്റെ മുകളിലോട്ടായിരിക്കും വൈയുടെ വാല്യൂ ഇനി എല്ലാം വരുന്നത്. അപ്പോൾ ഏത് എക്സിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും -4 ആയിരിക്കും മിനിമം വാല്യൂ. അതുകൊണ്ടാണ് മിനിമം എന്ന് തന്നെ പറയുന്നത്. -4 മുതൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും ഇനി റേഞ്ച് ആയിട്ട് വരാം. എപ്പോൾ? എക്സിന് എനി റിയൽ നമ്പർ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും y ബിലോങ്സ് ടു -4, എന്ന് പറയാൻ പറ്റും. അപ്പോൾ -4, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ഇൻക്ലൂഡഡ് ആയിട്ട് -4 മുതൽ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെയുള്ള ആര് വേണമെങ്കിലും വരാം. എന്തുകൊണ്ടാണ് -4ൻ്റെ അവിടെ ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത്? ഈ സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറയും. ഇങ്ങനെയാണെങ്കിൽ അതിന് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയും. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ മീനിങ് -4 ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഓപ്പൺ ബ്രാക്കറ്റാണ് ഇട്ട് കൊടുത്തെങ്കിൽ മീനിങ് -4 ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ -4 കഴിഞ്ഞ് ഉടനെ വരുന്ന നമ്പർ മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇൻഫിനിറ്റി വരുമ്പോൾ യൂഷ്വലി നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റാണ് കൊടുക്കുക. അപ്പോൾ ക്ലോസ്ഡ് ബ്രാക്കറ്റും ഓപ്പൺ ബ്രാക്കറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. റെഡി? ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്താ പറയുന്നത്? എക്സ് ബിലോങ്സ് ടു 0,3. അവിടെ കണ്ടു നിങ്ങൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അപ്പോൾ 0 വരാം, എക്സിൻ്റെ വാല്യൂ 3 വരാം. ദാറ്റ് മീൻസ് അവിടെ y എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? ഇക്വേഷൻ അല്ലെങ്കിൽ x² - 2x - 3. x² - 2x - 3. ഇതിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വൈയുടെ വാല്യൂ? 0 -
2 ഇൻറ്റു 0 0 മൈനസ് 3 ഇസ് ഈക്വൽ ടു -3 വരും. എക്സിൻ്റെ വാല്യൂ 3 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? y ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 മൈനസ് 3 എന്ന് വരും. 3 സ്ക്വയർ 9 മൈനസ് 6 മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ദാറ്റ് മീൻസ് എക്സിന് 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ -3 ആണ്. നോക്കി നിങ്ങൾ എക്സിന് 0 ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രാഫിൽ എക്സിന് 0 എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വൈയുടെ വാല്യൂ കണ്ടോ, അതിൻ്റെ മുകളിൽ -4ൻ്റെ മുകളിലുള്ള വാല്യൂ ആണ് വരുന്നത് -3. സിമിലർലി എക്സിന് നിങ്ങൾ 3 ആണ് വരുന്നതെങ്കിൽ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സിന് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് y is equal to 3 square 9 മൈനസ് 2 ഇൻറ്റു 3 6 മൈനസ് 9. യെസ്, എക്സ് ഇസ് ഇക്വൽ ടു 3 ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ 3 1 2 ഏകദേശം 3 യെസ് ഏകദേശം ഇവിടെ വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ വെച്ചാൽ കറക്റ്റ് ഡയഗ്രം അല്ല വരച്ചത്, പക്ഷേ ഏകദേശം ഒരു 3 ഇവിടെ ഇപ്പോൾ നമ്മളൊരു കറക്റ്റ് സ്കെയിലല്ല വരച്ചത്, റഫായിട്ടാണ് വരച്ചത്. അപ്പോൾ ഏകദേശം 1 ഇവിടെ 2 ഇവിടെ 3 ഇവിടെ വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് y 3 വരുന്ന സമയത്ത് ഇങ്ങോട്ടുള്ള x 3 വരുന്ന സമയത്ത് കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ എന്താണ് വരിക? 0 ആണ് വരിക. ഇത് ഈ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫാണ് ആ വരച്ചിട്ടുള്ളത്. അതിലാണ് ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ x 3 ഇട്ട് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ത് വരും? 0 വരും. ഇതാണ് 3 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ വൈയുടെ വാല്യൂ 0 വരും. ഇനി ഇയാളുടെ റേഞ്ചാണ് ചോദിച്ചത് ഈ കേസിൽ. അതായത് എക്സിന് എല്ലാ വാല്യൂ ഇട്ട് കൊടുക്കുന്നില്ല, 0 മുതൽ 3 വരെയുള്ള ആൾക്കാർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന റേഞ്ച് എന്താണ്? 0 ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താ? -3 അല്ലേ? എക്സിന് 3 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താ? 0. റെഡി? അപ്പോൾ ഇനി നിങ്ങൾ ഇൻ ബിറ്റ്വീനായിട്ട് 0 മുതൽ, അതായത് 0 മുതൽ 3 ഉള്ള വാല്യൂസിൽ ഇട്ട് കൊടുക്കേണ്ടത് 0യുടെയും 3യുടെയും ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു വാല്യൂ ഇട്ട് കൊടുത്തു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള ഒരു വാല്യൂ എക്സിന് കൊടുത്തു. അപ്പോൾ കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഇയാളുടെ ഇൻ ബിറ്റ്വീനുള്ള ആരെങ്കിലും ആയിരിക്കും. ഇവിടെ ഉള്ള ഒരാളാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇൻ ബിറ്റ്വീൻ ഇവിടെ ആയിരിക്കും. ഇവിടെയാണെങ്കിലോ ഇവിടെ ആയിരിക്കും. ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ ആയിരിക്കും വരിക. ഇവിടെയാണെങ്കിലോ ഇവിടെ ആയിരിക്കും വരിക. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ -4 മുതൽ ഈ ഒരു പോയിന്റ് 0 വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും റേഞ്ച് ആയിട്ട് വരാം അല്ലേ? -4 മുതൽ, കാരണം എന്താ? 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് ആണ് എക്സിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള ഒരു വാല്യൂ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ ഉള്ളതാണെങ്കിൽ കറസ്പോണ്ടിങ് ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ ഉള്ളതാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ കറസ്പോണ്ടിങ് ഇവിടെ ഉള്ള വരും. അങ്ങനെ ഇപ്പോൾ 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് -4 വരും. അപ്പോൾ -4 മുതൽ 0 വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം. അപ്പോൾ ഇവിടുത്തെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് എന്താ വരിക? -4, 0 ആണ്. രണ്ടും ഇൻക്ലൂഡഡ്. കാരണം 1 അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ട്. ഇനി അടുത്ത സെറ്റ് നോക്കാം. അടുത്തത് തേർഡ് കേസ് എന്താ പറയുന്നത്? തേർഡ് കേസ് പറയുന്നത് എന്താണ്? x belongs to -2, 0 ആണ്. x belongs to -2, 0. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 -2 ആണെങ്കിൽ ഇൻക്ലൂഡഡ് ആണോ? യെസ്, ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ എന്താ സംഭവിക്കുക? y is equal to -2 സ്ക്വയർ -2 ഇൻറ്റു -2 -3 എന്ന് വരും. അപ്പോൾ 4 -2 ഇൻറ്റു -2 4 വരും. -4 -3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു -3. ഇനി x is equal to 0 ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടു. x is equal to 0 ആകുന്ന സമയത്ത് y is equal to -3 ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ -2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എക്സ് നിങ്ങൾ ഇവിടെ ഇങ്ങോട്ടുള്ള വാല്യൂസ് അല്ല -2 വരിക. -2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ എന്താണ്? -3 ആണ്. ഓക്കെ, അതായത് ജസ്റ്റ് ഇക്വേഷനിലോട്ട് കൊടുക്കുക. -2ൻ്റെ സ്ക്വയർ 4 ആണ്. -2 ഇൻറ്റു -2. ഓക്കെ, അല്ല ഇവിടെ +4, സോറി ഇവിടെ ഏതെങ്കിലും ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. 2 മൈനസ് അല്ല, ഒരു മൈനസ് മതി. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു -2 -4 -4 + 4 എന്ത് വരും? +4 എന്ന് വരും. അപ്പോൾ 4 + 4 8 8 - 3 എന്നുള്ള രീതിയിൽ വരും. 8 - 3 5 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? x = -2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് x = -2 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഈ നെഗറ്റീവ് x ആക്സിലല്ലേ വരിക. അപ്പോൾ ഇവിടെ -1 ഉണ്ടാവും, -2 ഉണ്ടാവും, -3 -4 ഇങ്ങനെ ഉണ്ടാവും. -2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ -2 ഇവിടെയാണ് വരുന്നത് വിചാരിക്കാം. -2 കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഗ്രാഫ് എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ടച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? 5 ഉള്ള വാല്യൂ കിട്ടും. അതേപോലെ തന്നെ 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ x = 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? ഇങ്ങോട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? -3 ആയിരിക്കും. ഐഡിയ ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ എക്സിന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന വൈയുടെ വാല്യൂസ് ആണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള -2നും 0ക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ -2നും 0ക്കും ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള വാല്യൂ ആണെങ്കിൽ ഇവിടെയാണ് കിട്ടുക, ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് കിട്ടുക, ഇവിടെയാണെങ്കിൽ ഇവിടെ കിട്ടും, ഇവിടെയാണെങ്കിൽ ഇവിടെ കിട്ടും, ഇനി ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടും, ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കില്ലേ? അതായത് -3ക്കും 5നും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അപ്പോൾ y belongs to എന്ത് പറയാൻ പറ്റും? y belongs to -3, 5. y belongs to -3, 5. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാം.
റെഡി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ റേഞ്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ജസ്റ്റ് ആ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബേസിക് ഐഡിയ എല്ലാം അവിടുന്ന് തന്നെ മനസ്സിലാവും. റെഡി? യെസ്. സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ അതിൽ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എക്സ് ബിലോങ്സ് ടു ആർ, ഫൈൻഡ് ദ സെറ്റ് ഓഫ് വാല്യൂസ് അറ്റൈനബിൾ ബൈ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 4 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 4 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് എക്സ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണ്. സെറ്റ് ഓഫ് വാല്യൂസ് അറ്റൈനബിൾ ബൈ, അതായത് ഇയാൾക്ക് ഇടുന്ന റേഞ്ച് ആണ്, പോസിബിൾ ആയിട്ടുള്ള റേഞ്ച് ആണ് ചോദിച്ചത്. y ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 4 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 4 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഇയാളെ മാറ്റുക. എന്നിട്ട് ഓൾറെഡി നമ്മൾ ചെയ്തതുപോലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് സ്ക്വയറിലുള്ള ഒരു എന്താക്കി മാറ്റുക, ജസ്റ്റ് ഒരു എക്സ് സ്ക്വയറിൽ വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റുക. എന്നിട്ട് y എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന ആൾ റിയൽ നമ്പർ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് റിയൽ നമ്പർ ആവണം എന്നുണ്ടെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ നമുക്കറിയാം, മുന്നേ ഓൾറെഡി ചെയ്തതാണ്. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈയുടെ റേഞ്ച് കിട്ടും. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോംവർക്കായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഇതിൽ നേരത്തെ ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ സെയിം പാറ്റേൺ ആണ്. തൊട്ട് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നല്ലോ, ഫസ്റ്റ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ഇതേപോലെ തന്നെ y ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എക്സ് സ്ക്വയറിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും, അല്ലെങ്കിൽ എക്സിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും, എക്സ് സ്ക്വയർ എക്സ് ഒക്കെ ടേംസ് വരുന്ന. എന്നിട്ട് അതിൽ ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം എന്ന് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ കൊടുക്കുക. അങ്ങനെ ചെയ്ത് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വൈയിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ, ഇതുപോലത്തെ ഒരു ഇനീക്വാലിറ്റി എക്സ്പ്രഷൻ അവിടെ കിട്ടും. അതിനെ ബേസ് ചെയ്തിട്ട് നേരത്തെ കണ്ട ഈ എക്സ്പ്രഷൻസിൽ പറഞ്ഞതുപോലെയുള്ള പ്രോപ്പർട്ടീസ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓൾറെഡി ചെയ്തതിൻ്റെ സെയിം പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കിയിട്ട് റെഡി ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിലുള്ള ബാക്കി കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്